ഹായ് ഓൾ, ഞാൻ ധന്യൻ വർഗീസ്, നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ ബിസിനസ് ലോ. അപ്പോൾ നമ്മുടെ RTP റിലീസ് ആയിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ആക്കിയിട്ടുണ്ട് ഫോർ Jan 2025 CA ഫൗണ്ടേഷൻ എക്സാംസ്. സോ ഓരോ യൂണിറ്റിൽ നിന്നും ഇത്തവണ RTPയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഓരോന്ന് IRF, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ പേഴ്സണലി വന്ന് വായിച്ച് ഓരോരുത്തർ ഡൗട്ട് അവിടെ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നോ, ഇത് കൂടാതെ കുറച്ച് കോമൺ കൺസേൺസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യുന്ന സമയത്തോ സെക്ഷൻ നമ്പർ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ മറന്നു പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ടൈം കളയാതെ ലെറ്റ് us start with the session. So the first unit, Indian Regulatory Framework, IRF, അതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അപ്പൊ ഒരു ആൻസർ ഇങ്ങനത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ യൂഷ്വൽ പ്രസന്റേഷൻ പോലെ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ അങ്ങനെ ഒരു 3 പാരഗ്രാഫ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരൊറ്റ പാരഗ്രാഫ് ആക്കി പ്രൊവിഷൻ മാത്രം കൊടുക്കാം, ബിക്കോസ് അതൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ടോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. നൗ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ. സോ ഒരു കോമൺ കൺസേൺ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുവാണ്, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എങ്ങനെ ആൻസർ പ്രസന്റ് ചെയ്യണം. സോ ദാറ്റ് ഇസ് അഡ്രസ്ഡ് ഹിയർ. നൗ ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്നിഫിക്കൻസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ട് എപ്പിക്സ് ബോഡി ഓഫ് ദ ജുഡീഷ്യറി ആണ്. 26 ജാനുവരിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഹയസ്റ്റ് അതോറിറ്റി വിച്ച് ഇസ് അപ്പോയിന്റഡ് അണ്ടർ ദി ആർട്ടിക്കിൾ 126. പ്രിൻസിപ്പൽ ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ടിനകത്ത് ശരിക്കും 7 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദി ചീഫ് ജസ്റ്റിസ് ആണ്. പക്ഷേ ഇപ്പോൾ കേസസ് റൈസ് ആയി വരുന്നത് കൊണ്ട് 34 ഉണ്ട് ആ ബെഞ്ചിനകത്ത്, ഇൻക്ലൂഡിംഗ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ സീക്ക് എ റിലീഫ് ഇൻ ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൽ പോയി നിങ്ങൾക്ക് സ്യൂട്ട് ഫയൽ ചെയ്ത് ഒരു റിലീഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യണം അണ്ടർ ആർട്ടിക്കിൾ 32. റിറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഫോർമൽ റിക്വസ്റ്റ് വിച്ച് ഇസ് ഫയൽ വിത്ത് ദ സുപ്രീം കോർട്ട്. സോ ദാറ്റ് ഇസ് വിത്ത് സുപ്രീം കോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ എഴുതേണ്ടത്. നെക്സ്റ്റ്, അബൌട്ട് ദ ഹൈക്കോർട്ട് വിച്ച് ഇസ് എ കോർട്ട് ബിലോ ദി സുപ്രീം കോർട്ട്. സോ ഹൈക്കോർട്ട് ഇസ് എവറി സ്റ്റേറ്റ് ആൻഡ് എവറി UT, എല്ലാ സ്റ്റേറ്റിനും എല്ലാ UTക്കും ഒരു ഹൈക്കോർട്ട് ഉണ്ടായിരിക്കണം. ഇറ്റ് ഇസ് എ ഹയസ്റ്റ് കോർട്ടാണ്, ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു UTന്റെ ഹയസ്റ്റ് കോർട്ടാണ്. ആർട്ടിക്കിൾ 214 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാ സ്റ്റേറ്റിനും എല്ലാ UTക്കും ഒരു ഹൈക്കോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ചില സ്റ്റേറ്റുകൾ ഹൈക്കോർട്ട്സ് ഷെയർ ചെയ്യും. അങ്ങനെ 6 സ്റ്റേറ്റ്സ് ഉണ്ട് വിച്ച് ഷെയർസ് എ സിംഗിൾ ഹൈക്കോർട്ട്. അതുപോലെ ഹൈക്കോർട്ട് പ്രവർത്തിക്കുന്നത് 3 രീതിയിലാണ്: അപ്പലന്റ്, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആൻഡ് സൂപ്പർവൈസറി ജുറിസ്ഡിക്ഷൻ. അതായത് ഇപ്പൊ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ ഒരു ഡിസിഷൻ ആയിട്ട് നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അപ്പീൽ in high court, that is the appellant. Original jurisdiction എന്ന് പറഞ്ഞാൽ ചില കേസുകൾ you directly file in the high court, so it has a original jurisdiction. And supervisory jurisdiction എന്ന് പറഞ്ഞാൽ അതിന്റെ ലോവർ കോർട്സ്, ഹൈക്കോർട്ടിന് അടിയിൽ വരുന്ന എല്ലാ ലോവർ കോർട്സിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു റൈറ്റും ആർക്കുണ്ട്? ഹൈക്കോർട്സിനുണ്ട്. Now however article 227 of the Indian constitution have limits the high court supervisory power of the high court. article 227 പ്രകാരം കൺട്രോൾഡ് ആണ്. ഇനി ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഹൈക്കോർട്സ് ഉണ്ട്? 25 ഹൈക്കോർട്സ് ഉണ്ട്. ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിനും UTക്കും അതിൻ്റെതായ ഹൈക്കോർട്സ് ഉണ്ട്. നോ, എന്തെങ്കിലും നമ്മൾ നേരത്തെ ഫയൽ ചെയ്ത പോലെ നേരത്തെ നമ്മൾ പറഞ്ഞു, സുപ്രീം കോർട്ടിൽ നമ്മൾ ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് റിറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് റിലീഫ് സീക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലർലി ഹൈക്കോർട്ടിൽ നിങ്ങൾക്ക് റിറ്റ് പെറ്റീഷൻ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് അണ്ടർ ആർട്ടിക്കിൾ 226 പ്രകാരമായിരിക്കും. So this is with the first question. അതായത് the question which is from the IRF. സുപ്രീം കോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഹൈക്കോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. Going to the very very important act, the Indian Contract Act. Indian Contract Act Sale of Goods Act തന്നെ nearing 40 to 50 മാർക്സ് വരുന്ന ഒരു ആക്ട് ആണ്. സോ ആ പറയുന്ന ആക്ടിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു അതൊക്കെയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. മിസ്റ്റർ സോഹൻ, a wealthy individual, provided a loan of 80,000 to Mr. Mukesh. സോ മിസ്റ്റർ സോഹൻ എന്ന് പറയുന്ന ക്രെഡിറ്റർ ആണ്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിസ്റ്റർ മുകേഷ് എന്ന് പറയുന്ന ഡെറ്റർ. ദ ബോറോവർ മിസ്റ്റർ മുകേഷ് ആസ് ഫോർ എ ഫർദർ ലോൺ ഓഫ് 1,50,000. സോ 1,50,000 ഫർദർ ലോൺ ചോദിച്ചിട്ടുണ്ട്. മിസ്റ്റർ സോഹൻ എഗ്രി ബട്ട് പ്രൊവൈഡഡ് ദ ലോൺ ഇൻ പാർട്സ് ഓൺ ഡിഫറെന്റ് ഡേറ്റ്സ്. എഗ്രി ചെയ്തു, പക്ഷെ ലോൺ ഡിഫറെന്റ് പാർട്സ് ആയിട്ടാണ് കൊടുത്തത്. സോ 80,000 ലോൺ കൊടുത്തു, 80,000 ലോൺ പ്രൊവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലോൺ ചോദിക്കുന്നുണ്ട് 1,50,000. പക്ഷെ സോഹൻ എഗ്രി ചെയ്തത്
ക്രെഡിറ്റർ അഗ്രി ചെയ്തത് പല പല പാർട്സ് ആയിട്ട് തരാവുന്നതാണ്. ഹി പ്രൊവൈഡഡ് 1 lakh on 28th February 2023 ആൻഡ് റിമൈനിങ് 50,000 on 3rd March 2023. സോ 1 lakh എന്നുള്ളത് 20th February കൊടുത്തു, 50,000 എന്നുള്ളത് 3rd March കൊടുത്തു. On 10th March 2023, മിസ്റ്റർ മുകേഷ് അതായത് ഡെറ്റർ വൈൽ പേയിങ് ഓഫ് പാർട്ട് 75,000 ടു മിസ്റ്റർ സോഹൻ, മുഴുവൻ പൈസ കൊടുത്തിട്ടില്ല, 75,000 തിരിച്ചടയ്ക്കുന്നത്. ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ലെൻഡർ ഷുഡ് അഡ്ജസ്റ്റ്, അതായത് ക്രെഡിറ്റർ ഷുഡ് അഡ്ജസ്റ്റ് 50,000 towards a loan taken on 3rd March. So രണ്ടാമത് കൊടുത്ത ആ ഒരു ഫസ്റ്റ് 20th February രണ്ടാമത് 3rd March അല്ലേ പോയത്. സോ 3rd Marchലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യൂ. ആൻഡ് ദ ബാലൻസ് അഗെയിൻസ്റ്റ് ദ ലോൺ ഓൺ 28th, 26th അല്ല 28th, മോള് 28th പറഞ്ഞത് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ 28th Februaryയിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. സോ ആദ്യം 3rd Marchലേക്ക് അഡ്ജസ്റ്റ് ചെയ്യൂ, ബാക്കിയുള്ളത് നിങ്ങൾ 20th Februaryയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. Mr. Sohan objected to this arrangement and asked the borrower to adjust in the order of the date of borrowal of funds. So, നമ്മുടെ ക്രെഡിറ്റർ പറയാണ് എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞാൻ ഓർഡർ അനുസരിച്ച് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. Now you decide whether the contention of Mr. Mukesh correct or otherwise as per the provision of Indian Contract Act 1872. ഡെറ്റർ പറഞ്ഞ പ്രകാരം അയാൾ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അത് പറഞ്ഞത് ശരിയാണോ? What would be the answer in case the borrower does not insist on such order of adjustment or repayment? ഡെറ്റർ അങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ, ഇന്ന ഡേറ്റിലോട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യൂ, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഡെറ്റർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? What would be the mode of adjustment അല്ലെങ്കിൽ appropriation of such part payment in case neither Mr. Sohan nor Mr. Mukesh insist on any order of adjustment on their part? അതായത് ഡെറ്ററും ഒന്നും പറയുന്നില്ല, ക്രെഡിറ്ററും ഒന്നും പറയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? സോ ഫസ്റ്റ് പാർട്ട് ചോദിക്കുന്നത് ഡെറ്റർ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെക്കൻഡ് പാർട്ട് പറയുന്നത് ഡെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, മൂന്നാമത്തെ പാർട്ടിനകത്ത് ഡെറ്റർ ഒന്നും പറയുന്നില്ല, ക്രെഡിറ്ററും ഒരു മോഡും പറയുന്നില്ല, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണെങ്കിൽ ഹൗ വിൽ യു appropriate the payment? Now this particular area is an appropriation of payment. ഇത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. appropriation of payment is one of those important area. appropriation of payment ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 59 to section 61 of the Indian Contract Act ആണ്. അപ്പോൾ എന്താണ് പ്രൊവിഷൻ പറയുന്നത് നോക്കാം. ഇൻ കേസ് വേർ എ ഡെറ്റർ ഓസ് സെവറൽ ഡെറ്റ്സ് ടു ദ സെയിം ക്രെഡിറ്റർ, ഒരു ഡെറ്റർ പല പല ഡെറ്റ് ഓ ചെയ്യുന്നുണ്ട് ഒരേ ക്രെഡിറ്ററിന് തന്നെ, ആൻഡ് മേക്സ് എ പേയ്മെന്റ് വിച്ച് ഇസ് നോട്ട് സഫീഷ്യന്റ് ടു ഡിസ്ചാർജ് ഓൾ ദ ഡെറ്റ്സ്, ഒരു പേയ്മെന്റ് തിരിച്ചടയ്ക്കുന്നുണ്ട് പക്ഷെ എല്ലാ ഡെറ്റും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. The payment shall be appropriated as per the provisions of 59 to 61. തിരിച്ചടച്ച പൈസ എല്ലാ പൈസയും നേരത്തെ മേടിച്ച് ഓ ചെയ്യുന്ന ഓൾറെഡി അയാൾ ഡെറ്റർ ഓൾറെഡി ഓ ചെയ്യുന്ന എല്ലാ പൈസയും മറ്റേ ഡിസ്ചാർജ് ചെയ്യാൻ രീതിയിൽ അയാൾ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ 59 to 61 പ്രകാരമായിരിക്കും നിങ്ങൾ ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്നാണ് ആക്ട് പറയുന്നത്. സോ ആദ്യത്തെ സെക്ഷൻ 59 പറയുന്നത് ഡെറ്റർ ഒത്തിരി ഡെറ്റ് മേടിച്ചിട്ടുണ്ട് ഒരു സിംഗിൾ പേഴ്സന്റെ അടുത്തുനിന്ന്, എന്നിട്ട് ഒരു ഭാഗമായിട്ടുള്ള ഒരു പേയ്മെന്റ് എക്സ്പ്രസ് ഇന്റിമേഷൻ കൊടുത്തു, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ക്രെഡിറ്റർ എന്ന് ഡെറ്റർ ക്രെഡിറ്ററിനോട് എടുത്തു പറയുന്നു. അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് വന്നു, ദ പേയ്മെന്റ് ടു ബി അപ്ലൈഡ് ടു ഡിസ്ചാർജ് ഓഫ് സം പെർട്ടിക്കുലർ ഡെറ്റ്, ഇന്ന ഡെറ്റിലോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് ഒരു പ്രത്യേക രീതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മസ്റ്റ് ബി അപ്ലൈഡ് അക്കോർഡിംഗ്ലി. സോ ഡെറ്റർ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആദ്യം ഈ ഡെറ്റ് അഡ്ജസ്റ്റ് ചെയ്യൂ, രണ്ടാമത് ഈ ഡെറ്റ് അഡ്ജസ്റ്റ് ചെയ്യൂ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എടുത്ത് ഈ ഡെറ്റിലോട്ട് മാത്രം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം വേണം അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് സെക്ഷൻ 59 പറയുന്നത്. Therefore, contention of Mr. Mukesh, നമ്മുടെ കേസിൽ നമ്മുടെ കേസ് ബേസ് കേസിൽ മിസ്റ്റർ മുകേഷ് ഇസ് ദ ബോറോവർ, അയാൾ എടുത്തു പറയുന്നുണ്ട് 75,000 നിങ്ങൾ ആദ്യം 3rd Marchലോട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ, പിന്നെ 20th Februaryലോട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ. സോ അങ്ങനെ തന്നെ വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അയാൾ പറഞ്ഞ പ്രകാരം വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു? ഡെറ്റർ ആയിട്ടുള്ള മിസ്റ്റർ മുകേഷ് ഒരു രീതിയും പറയുന്നില്ല, സോ ക്രെഡിറ്റർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്? സോ അത് സെക്ഷൻ 60 ആണ് പറയുന്നത്. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 60, where the debtor has omitted to intimate and there are no other circumstances indicating to which the payment is to be applied. അയാൾ പ്രത്യേകിച്ച് എക്സ്പ്രസ്ലി ഒന്നും എടുത്ത് പറഞ്ഞിട്ടുമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല അത് ഏതിലോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കറക്റ്റ് എമൗണ്ട് ഒക്കെ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ 50,000 ഒരു ഡേറ്റിലേക്ക് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ 75,000 എടുക്കാം. 75,000 കറക്റ്റ് ഒരു ഡേറ്റ് കിടപ്പുണ്ട്, ഒരു 3rd Marchൽ മേടിച്ച് 75,000 ആണെന്ന് തന്നെ വിചാരിക്കുക. സോ തിരിച്ച് ഞാൻ പറയുന്നില്ല, മുകേഷ് തിരിച്ച് സോഹനോട് പറയുന്നില്ല ഇന്ന് ആദ്യം 3rd Marchലോട് ചെയ്യൂ, രണ്ടാമത് 20th February, അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ എടുത്ത് ഇവിടെ എക്സ്പ്രസ്ലി ഇന്റിമേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ 3rd Marchലോട്ട് ആദ്യത്തെ പൈസ ഇത്ര കൊടുക്കൂ, ബാക്കി വരുന്നത് ഫെബ്രുവരിയിലായിട്ട് കൊടുക്കുന്നു എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയുന്നില്ല, കറക്റ്റ് 75,000 അയാൾ തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ 75,000 കൊടുത്ത ഒരു ഡേറ്റ്, ഒരു ഡെറ്റ് കൊടുത്ത ഡേറ്റ് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റനിൽ കിടപ്പുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സർക്കംസ്റ്റാൻസസ് ഇൻഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾ അതിലോട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ബോറോ ചെയ്തത് 75,000, തിരിച്ചു കൊടുക്കുന്നത് 75,000. എക്സ്പ്രസ്ലി ഡെറ്റർ ഒന്നും പറയുന്നില്ല ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ മറ്റേതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊന്നും പറയുന്നില്ലെങ്കിൽ കറക്റ്റ് എത്ര എമൗണ്ട് ഉണ്ടോ അതിലോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് സർക്കംസ്റ്റാൻസസ് ഇൻഡിക്കേറ്റിംഗ്. സോ അതും ഈ ക്വസ്റ്റനിൽ ഒന്നും പറയുന്നില്ല. സെക്കൻഡ് കേസിൽ അതല്ലേ അവർ പറയണം, ഡെറ്ററും ഒന്നും പറഞ്ഞിട്ടില്ല, ക്രെഡിറ്ററും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ
The creditor may apply at his discretion to any lawful debt actually due and payable to him from the debtor where its recovery is or is not barred by the law enforced for the time being as a limitation of suit. അതായത് ടൈം ബാർ ഡെറ്റ് ആണെങ്കിലും ടൈം ബാർ ഡെറ്റ് അല്ലെങ്കിലും ഏത് ഡെറ്റിലോട്ട് വേണമെന്നുണ്ടെങ്കിലും ആ പറയുന്ന പൈസ ക്രെഡിറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഡെറ്റർ ഒരു പെർട്ടിക്കുലർ ഡെറ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, അതായത് കറക്റ്റ് എമൗണ്ട് ഒന്നും അല്ല തിരിച്ചടച്ചേക്കുന്നത്, അങ്ങനെ കറക്റ്റ് എമൗണ്ട് മേടിച്ചത് കറക്റ്റ് എമൗണ്ട് തിരിച്ചടയ്ക്കുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിന് ഇഷ്ടമുള്ള പ്രകാരം ആ പറയുന്ന ഡെറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. തേർഡ് പാർട്ടിൽ ഡെറ്ററും ക്രെഡിറ്ററും ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 61, where neither party makes any appropriation of the payment, it shall be applied. The payment shall be applied in discharge of the debt in the order of time, whether they are or not time barred by the law enforced for the time being as to the limitation of suit. So ഏത് ഓർഡറിലാണോ പൈസ മേടിച്ചത് അപ്രകാരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഡെറ്ററും ഒന്നും ചെയ്യുന്നില്ല, ക്രെഡിറ്ററും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഓർഡർ ഓഫ് ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇൻ ദിസ് കേസ് വെദർ നൈദർ മിസ്റ്റർ മുകേഷ് നോർ മിസ്റ്റർ സോഹൻ, അതായത് ഡെറ്റർ ഒന്നും പറയുന്നില്ല ക്രെഡിറ്റർ ഒന്നും പറയുന്നില്ല, സ്പെസിഫൈസ് എ മാനർ ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് ഡെറ്റ് on the part of repayment, the appropriation can be made in proportionate of their debts. അവരുടെ പ്രൊപ്പോർഷൻ എങ്ങനെയാണോ ആ റേഷ്യോ എങ്ങനെയാണോ അപ്രകാരം നിങ്ങൾക്ക് കൊടുക്കാം. ഓർഡർ ഒരേ ഈക്വൽ സ്റ്റാൻഡിംഗിൽ കിടപ്പുണ്ടെങ്കിൽ അപ്രകാരം കൊടുക്കാം, ഒരു കുഴപ്പമില്ല. സോ ദാറ്റ് ഇസ് വിത്ത് ദ തേർഡ് പാർട്ട്. So that question was completely with the appropriation of payment ആയിരുന്നു 59, 60 and 61. Going to the next one. Which is from agency. Agency എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ കോൺട്രാക്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്ത 3 യൂണിറ്റ്സ് ആയിരുന്നു. സോ ആ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Rama directs Shyam to sell laptops for him and agrees to give Shyam 11% commission on the sale price fixed by Rama for each laptop. As Government of India put restrictions on import of laptops, Rama bought that price of laptops might go up in the near future and he revokes Shyam's authority for any further sale. ഇപ്പൊ നമുക്ക് നോക്കാം. രാമ ഡയറക്ട്സ് ശ്യാം ടു സെൽ ലാപ്ടോപ്സ് ഫോർ ഹിം. സോ ഏജന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ആൻഡ് അഗ്രീസ് ടു ഗിവ് ശ്യാം 11% കമ്മീഷൻ ഓൺ ദ സെയിൽ പ്രൈസ് ഫിക്സഡ് ബൈ രാമ ഫോർ ഈച്ച് ലാപ്ടോപ്പ്. രാമ ഫിക്സ് ചെയ്യുന്ന ഓരോ പ്രൈസിൽ നിങ്ങൾ വിൽക്കുമ്പോൾ ഞാൻ 11% കമ്മീഷൻ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് ഏജന്റിനോട് പറയുന്നു. As Government of India put restrictions on the import of laptops, so import of laptops ന് മുകളിൽ റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. രാമ തോട്ട്, ഏജന്റ് വിചാരിച്ചു, പ്രൈസ് ഓഫ് ലാപ്ടോപ്സ് മൈറ്റ് ഗോ അപ്പ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ അതിന്റെ പ്രൈസ് കൂടിയേക്കാം. ആൻഡ് ഹി റിവോക്സ് ഷ്യാംസ് അതോറിറ്റി ഫോർ എനി ഫർദർ സെയിൽ. സോ ഇത് പേടിച്ചിട്ട് ശ്യാമിന്റെ അതോറിറ്റി ഈ പറയുന്ന പ്രിൻസിപ്പൽ അങ്ങ് റിവോക്ക് ചെയ്ത് കളയാം. ശ്യാം ബിഫോർ റിസീവിംഗ് ദ ലെറ്റർ അറ്റ് സെന്റ്, അതായത് റിവോക്കേഷൻ ലെറ്റർ, അതായത് ഇമ്പോർട്ട് ഓഫ് ലാപ്ടോപ്പ് ബാൻ ചെയ്യുമല്ലോ. സോ പ്രിൻസിപ്പൽ ഓർത്തു ഇനിയിപ്പോ ഈ സെയിലൊന്നും നടക്കാൻ പോകുന്നില്ല, സോ ഏജന്റിന് നേരത്തെ കൊടുത്ത അതോറിറ്റി അങ്ങ് റിവോക്ക് ചെയ്തേക്കാം. സോ ഈ പറയുന്ന റിവോക്കേഷൻ ലെറ്റർ, അതായത് ശ്യാമിന്റെ അതോറിറ്റി പോയി എന്നും പറഞ്ഞ് ഒരു ലെറ്റർ രാമായിക്കുവാണ്. അതായത് രാമ ഇസ് ബേസിക്കലി ദ പ്രിൻസിപ്പൽ, ശ്യാം ഇസ് ഏജന്റ്. സോ നിന്റെ അതോറിറ്റി ഞാൻ കളയുവാണ് എന്നുള്ള റിവോക്കേഷൻ ലെറ്റർ ഏജന്റിന് കിട്ടുന്നതിന് മുന്നേ, അതാണ് Shyam, before receiving the letter at his end, agent കിട്ടിയിട്ടുള്ള റിവോക്കേഷൻ ലെറ്റർ, sold 5 laptops at the price fixed by Rama. രാമ നേരത്തെ ഫിക്സ് ചെയ്ത പ്രൈസിൽ തന്നെ ഏജന്റ് ആയിട്ടുള്ള ശ്യാം വിൽക്കുകയാണ്. Shyam asked for 11% commission on the sale of 5 laptops for 1 lakh each. ഓരോ ലാപ്ടോപ്പ് വിറ്റത് 1 lakh rupeesനാണ്. സോ അത് രാം ഫിക്സ് ചെയ്ത് പ്രിൻസിപ്പൽ പറഞ്ഞ പ്രൈസിൽ തന്നെയാണ് വിൽക്കുന്നത്. സോ റിവോക്ക് ചെയ്തിരുന്നു, പക്ഷെ റിവോക്കേഷൻ ലെറ്റർ ആർക്കും കിട്ടിയിട്ടില്ല, ഏജന്റ് കിട്ടിയിട്ടുമില്ല. Explained under the provisions of Indian Contract Act whether the sale of laptops after revoking Shyam's authority is binding on Rama. So laptop വിറ്റതിന് ശേഷം ലാപ്ടോപ്പ് വിറ്റു, അപ്പോ മറ്റേ ശ്യാമിന്റെ അതോറിറ്റി റിവോക്ഡ് ആയി, ഇനിയും അത് ബൈൻഡ് ചെയ്യുവോ, അതായത് രാമ അത് ബെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, രാമ ആ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. വെദർ ശ്യാം വിൽ ബി ഏബിൾ ടു റിക്കവർ ഹിസ് കമ്മീഷൻ, ഏജന്റിന് ആ പറയുന്ന കമ്മീഷൻ രാമ എന്ന് പറയുന്ന പ്രിൻസിപ്പലിന്റെ അടുത്തുനിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമോ? ഇഫ് യെസ്, വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് സച്ച് കമ്മീഷൻ, എത്ര കമ്മീഷൻ ക്ലെയിം ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ടെർമിനേഷൻ ഓഫ് ഏജൻസി ആണ്. സോ ടെർമിനേഷൻ ഓഫ് ഏജൻസി പൊതുവെ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? കുറെ പോയിന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ഏരിയ മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏജന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴാണ് ടെർമിനേഷൻ കംപ്ലീറ്റ് ആവുന്നത്, അതുപോലെ തേർഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴാണ് ഏജൻസി ടെർമിനേറ്റഡ് ആവുന്നത്, നമുക്ക് നോക്കാം. When termination of agent's authority takes effect as to agent, agent point of view എപ്പോഴാണ് termination complete ആവുന്നത്, third person point of view എപ്പോഴാണ് complete ആവുന്നത്? According to section 208 of the Indian Contract Act, the termination of authority as an agent does not take effect before it comes known to him. ഏജന്റ് അറിയുന്നിടം വരെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട്, ശ്യാമായിട്ടുള്ള ഏജന്റിന് റിവോക്കേഷൻ ലെറ്റർ
കിട്ടുന്നതിന് മുന്നേ തന്നെ അവന് ലാപ്ടോപ്പ് വിറ്റിരുന്നു. സോ ആ പറയുന്നത് ആരുടെ നോളജിലോട്ട് എത്തണം? ഏജന്റിന്റെ നോളജിലോട്ട് എത്തണം. So far as regards a third person before it becomes known to them. So third party point of view അത് third party അറിയുന്നിടം വരെ ആ പറയുന്ന അതോറിറ്റി റിവോക്ഡ് ആവില്ല. സോ രാം, ഈവൻ ദോ രാമ ഹാസ് റിവോക്ഡ് ദ അതോറിറ്റി ഓഫ് ശ്യാം, അത് അവന്റെ നോളജിൽ എത്തുന്നതിന് മുന്നേ, ഏജന്റിന്റെ നോളജിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആള് ലാപ്ടോപ്പ് വിറ്റിരുന്നു. സോ ഏജന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ടെർമിനേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടോ? ഇല്ല. കാരണം അയാൾക്ക് അത് കിട്ടിയിട്ടില്ല. അതായത് കിട്ടിയിട്ടല്ല മറ്റേ ലാപ്ടോപ്പ് വിൽക്കുന്നത്, കിട്ടുന്നതിന് മുന്നേ തന്നെ റിവോക്ക് ചെയ്യും. തേർഡ് പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂ അതുപോലെ തന്നെ അയാളുടെ നോളജ് വരുന്നിടം വരെ അത് റിവോക്ഡ് ആവില്ല. Now, in the given case, the revocation of Shyam's authority becomes effective only when it is communicated and received by Shyam. Since Shyam had not received the revocation letter at the time of selling the laptop, ഞാൻ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് വിൽക്കുമ്പോൾ അവന് റിവോക്കേഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല. ക്വസ്റ്റനിൽ എടുത്ത് പറയുന്നുണ്ട്. His authority to sell on behalf of the principal, that is Rama, was still valid. അത് വാലിഡ് ആയിരുന്നു. കാരണം ടെർമിനേഷൻ കംപ്ലീറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ അത് ആരുടെ നോളജിലോട്ട് വരണം? ഏജന്റിന്റെ നോളജിലോട്ട് വരണം. അവന്റെ നോളജിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ അവൻ ലാപ്ടോപ്പ് വിറ്റിരുന്നു. Hence, the sale of laptops conducted by Mr. Shyam is binding on Rama. So, അത് രാമന്റെ തലയിൽ വരും. അതായത് it will be binding on Rama. Now, Shyam is entitled to receive his commission. Shyam's commission കിട്ടുമെന്നാണ് second question. Shyam is entitled to receive the commission for the sales made while he still had the authority to sell. കാരണം revocation അയാൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. Since he sold the laptops before receiving the revocation, he is entitled to his commission as per the initial agreement with Rama. രാമ പറഞ്ഞ അതേ പ്രൈസിൽ തന്നെയാണ് വിറ്റത്. സോ 11% കമ്മീഷന് കൊടുക്കുമെന്ന് പറഞ്ഞു. സോ 11% കമ്മീഷൻ തന്നെ ആർക്ക് കിട്ടും? ഈ പറയുന്ന ഏജന്റിന് കിട്ടും. Shyam sold 5 laptops at the price fixed by Rama, which is 1 lakh each. The total sales amount of 5 lakh, അതായത് 1 lakh into 5. The agreed commission rate is 11%, അതായത് 5 lakhന്റെ 11%, which is 55,000. This is how you have to compute the commission. അതൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് കാണിക്കുവാണെങ്കിൽ വെരി ഗുഡ്. സോ ഈ പറയുന്ന ക്വസ്റ്റൻ കോമൺ ആയിട്ടാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ. പ്രൊവിഷൻ യു ക്യാൻ റൈറ്റ് ഇൻ ദ വൺ പാരഗ്രാഫ്. അനാലിസിസ്, കൺക്ലൂഷൻ വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ അനാലിസിസ് സെപ്പറേറ്റ്, കൺക്ലൂഷൻ സെപ്പറേറ്റ് ആയിട്ട് പോയിന്റ് നമ്പർ 1 and 2 ആയിട്ട് കൊടുക്കാം. സോ ദാറ്റ് ക്വസ്റ്റൻ വാസ് വെരി ഈസി. Going to the next one. ഇതും ക്ലാസ്സിൽ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. Rohan found a wallet in a restaurant. He enquired all the customers present there, but the true owner could not be found. അപ്പോൾ രോഹൻ ഒരു വാളറ്റ് കിട്ടി, എല്ലാ കസ്റ്റമേഴ്സിനോടും ചോദിച്ചു ട്രൂ ഓണർ ആരാണ്, അപ്പൊ ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. He handed over the same to the manager of the restaurant. റെസ്റ്റോറന്റ് മാനേജർ ഈ പറയുന്ന വാളറ്റ് അയാൾ കൈമാറി. Till the true owner is found. True owner കണ്ടുപിടിക്കുന്നതിന് വരെ. After a week, Rohan went back to the restaurant to inquire about the wallet. Rohan ആണെങ്കിൽ തിരിച്ച് റെസ്റ്റോറന്റിൽ പോയി ചോദിക്കുന്നു, നിങ്ങൾക്ക് ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? മാനേജർ refused to return it to Rohan. അതായത് ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല, പക്ഷെ തിരിച്ച് നിനക്ക് ഈ വാൾട്ട് തരില്ല എന്നാണ് റെസ്റ്റോറന്റ് മാനേജർ പറയുന്നത്. Saying that it did not belong to him. അതായത് റോഹൻ, ഇത് നിന്റെ അല്ലല്ലോ, നിനക്ക് വഴി കിടന്ന് കിട്ടിയതല്ലേ, so why should we give it back to you? അതാണ് ഹോട്ടൽ മാനേജർ, റെസ്റ്റോറന്റ് മാനേജർ പറയുന്നത്. In the light of the Indian contract act, can Rohan recover the wallet from the manager? നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ് ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ്. അതായത് ഒരു ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സിന് ട്രൂ ഓണറിനെ കണ്ടുപിടിക്കുവാണെങ്കിൽ അയാൾ ആ പറയുന്ന ഗുഡ്സ് ആർക്ക് തിരിച്ചു കൊടുക്കണം? ട്രൂ ഓണറിന് തിരിച്ചു കൊടുക്കണം. സോ ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ട്രൂ ഓണർ കഴിഞ്ഞാൽ അടുത്ത അതിന്റെ നെക്സ്റ്റ് റൈറ്റ് ആർക്ക് തന്നെ ഉള്ളതാണ്? ആ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് തന്നെ ഉള്ളതാണ്. സോ നമ്മുടെ കേസിൽ ആർക്കാണ് അതിന്റെ റൈറ്റ് ഇപ്പോൾ ഉള്ളത്? ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ട്രൂ ഓണറിനെ എങ്ങനെയാണോ ആ ഗുഡ്സിന് മേൽ അവകാശമുള്ളത് അതേ റൈറ്റ് തന്നെ ആർക്ക് കിട്ടും? റോഹന് കിട്ടും. നോക്കാം. Responsibility of finder of goods. Section 71 of the Indian Contract Act. A person who finds goods belonging to another and takes them into the custody is subject to the same responsibility as if he was a bailey. വേറൊരാൾക്ക് ബിലോങ് ചെയ്യുന്ന ഗുഡ്സ് ഒരാൾക്ക് കിട്ടുമ്പോൾ അയാൾ അതിനെ എങ്ങനെ നോക്കണം? He must take the responsibility like a bailey. ഒരു ബെയിലി എങ്ങനെ ഗുഡ്സ് സൂക്ഷിക്കുമോ, ബെയിലറിന്റെ ഗുഡ്സ് എങ്ങനെ ബെയിലി സൂക്ഷിക്കുമോ അതുപോലെ തന്നെ ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആ കണ്ടുകിട്ടുന്ന ഗുഡ്സിനെ സൂക്ഷിക്കണം. A finder of lost goods has അയാൾക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്? To take proper care of the property as a man of ordinary prudence would take. ഒരു സാധാരണ മനുഷ്യൻ ആ ഗുഡ്സിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സും അതിനെ ടേക്ക് കെയർ ചെയ്യണം. നോ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ ഗുഡ്സ്. ആ ഗുഡ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആർക്കില്ല? ഈ പറയുന്ന ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സിന് ഇല്ല. ആൻഡ് ടു റീസ്റ്റോർ ദ ഗുഡ്സ് ഇഫ് ദി ഓണർ ഇസ് ഫൗണ്ട്. ഓണറിനെ കണ്ടുപിടിക്കുമ്പോൾ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കാൻ വേണം. ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബവ് പ്രൊവിഷൻ, ദ മാനേജർ മസ്റ്റ് റിട്ടേൺ ദ വാളറ്റ് ടു റോഹൻ സിൻസ് റോഹൻ ഇസ് എൻറ്റൈറ്റിൽഡ് ടു റീറ്റെയിൻ ദ വാളറ്റ് ഫൗണ്ട് അഗെയിൻസ്റ്റ് എവ്രിബഡി എക്സെപ്റ്റ് ദ ട്രൂ ഓണർ. ആ പറഞ്ഞ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ കേസിൽ. സോ മാനേജർ ആ ഗുഡ്സ് ആർക്ക് തിരിച്ചു കൊടുക്കണം? ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സിന് തിരിച്ചു കൊടുക്കണം. കാരണം അയാളാണ് ബെയിലിയെ പോലെ റെസ്പോൺസിബിൾ ആയിട്ട് ഇത് ഹോൾഡ് ചെയ്യേണ്ടത്. സോ എക്സെപ്റ്റ് ട്രൂ ഓണർ എന്ന് പറഞ്ഞാൽ ട്രൂ ഓണർ വരുവാണെങ്കിൽ
നെഗറ്റീവ് ആണെങ്കിൽ അയാൾക്കാണ് അവകാശം. ട്രൂ ഓണർ വരുന്നില്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പവർ അല്ലെങ്കിൽ റൈറ്റ് ആർക്കാ ഉള്ളത്? ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആൻഡ് ഓൾ. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ കുറേ തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് കുറേ തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Now, going to the next question, which is related to the minor. ഇതും നമ്മൾ വളരെ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ തവണ ചോദിച്ചിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. So let us go through. Paridhi, a minor falsely representing her age, enters into an agreement with an authorized laptop dealer, Mr. Mithal, owner of MP Laptops, for purchase of laptop on the credit amounting to 60,000. So, നമുക്ക് P എന്ന് വേണം വിളിക്കാം. Okay. മിസ് പി ഒരു മൈനർ ആണ്, ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്തു. അതായത് മൈനർ ആണെന്നുള്ള ഏജിലല്ല, ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്യുകയാണ്, ഒരു എഗ്രിമെന്റിലോട്ട് ഏർപ്പെടുകയാണ്. വിത്ത് എൻ ഓതറൈസ്ഡ് ലാപ്ടോപ്പ് ഡീലർ, ഒരു ലാപ്ടോപ്പ് ഡീലർ ആയിട്ടാണ് എഗ്രിമെന്റിലോട്ട് ഏർപ്പെടുന്നത്. മിസ്റ്റർ എം എന്ന് പറയുന്നത്, മിത്താലിനെ നമുക്ക് മിസ്റ്റർ എം എന്ന് വിളിക്കാം, ഓണർ ഓഫ് MP ലാപ്ടോപ്സ്. എന്നിട്ട് ലാപ്ടോപ്പ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യാണ്. 60,000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത് on 1st August 2022. She promised to pay back the outstanding amount with an interest at the rate of 16% per annum. With interest 16% per annum ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയുന്നു 31st July 2023. She told him that in case she won't be able to pay the outstanding amount, her father, Mr. Ram, will pay back on herself. എനിക്ക് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ ഫാദർ പൈസ തിരിച്ചു തരും എന്നാണ് പറയുന്നത്. After 1 year, Miss P was asked to pay the outstanding amount with interest. She refused to pay the amount and told the owner that she is a minor and now he can't recover over a single penny from her. അപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത്, ഞാനൊരു മൈനർ ആണ്, അതായത് വിത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ആയി ഞാൻ തിരിച്ചു തരൂല, സോ യു കനോട്ട് റിക്കവർ ദ എമൗണ്ട് ഫ്രം മീ എന്ന് പുള്ളിക്കാരി പറയാണ്. She will be a major on 1st January 2025 only. So 1st January 2025 ഞാൻ മേജർ ആവുള്ളൂ, and only after that agreement can be ratified. അതിനുശേഷം മാത്രമേ എഗ്രിമെന്റ് റാറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. Explain by which of the following ways Mr. M will succeed in recovering the outstanding amount with reference to the Indian Contract Act 1872. താഴെ പറയുന്ന പ്രകാരം how will you deal with the case? By filing a case against Miss M, a minor, for the recovery of outstanding amount with interest. അതായത് മിസ് എമ്മിനെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് വിത്ത് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? By filing a case against Mr. Ram, father of Miss P, for recovery of outstanding amount. ഫാദറിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഫാദറിന്റെ അടുത്തുനിന്ന് പൈസ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ. Third one, by filing a case against Miss P, a minor, for recovery of outstanding amount after she attains majority. അതോ മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം മിസ് പിക്ക് എതിരെയാണോ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത്? ഓരോരുത്തരും വി സ്റ്റാർട്ട്. That is, a contract with a minor is void ab initio. നോക്കാം. A minor is not competent to contract, and any agreement with or by a minor is void from the very beginning. അതായത് void right from the very beginning എന്ന് പറഞ്ഞാൽ void ab initio. ഒരു കോൺട്രാക്ട് മൈനർ ആയിട്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ such a contract is void right from the beginning. By following the above provision, Mr. M will not succeed in recovering the outstanding amount by filing a case against Paridhi, a minor. So minor-നെതിരെ നമുക്ക് suit file ചെയ്തിട്ട് claim ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. The reason is a contract with a minor is void ab initio. അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ മിസ് എം എന്ന് പറയുന്ന ആള് പറഞ്ഞില്ലേ, ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്തില്ലേ, അതുകൊണ്ടല്ലേ അയാൾ പറ്റിക്കപ്പെട്ടത്? അപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു, മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി. മൈനറിനെ എപ്പോഴും മൈനോറിറ്റി പ്ലീഡ് ചെയ്യാം. അതായത് ഇതിന്റെ ടെക്നിക്കാലിറ്റി ഇത്രയേ ഉള്ളൂ, ഒരു മേജറിന്റെ ഡ്യൂട്ടിയാണ് പ്രോപ്പർ എൻക്വയറി നടത്തിയിട്ട് അയാൾ മൈനർ ആണോ മേജർ ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ മൈനർ ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്താൽ പോലും അത് മൈനർ ആയതുകൊണ്ട് ആ കോൺട്രാക്ട് വോയിഡ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ആയി. സോ ആർക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂല, മൈനറിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെക്കൻഡ് കേസ്, നമുക്ക് പേരന്റ് അല്ലെങ്കിൽ ഗാർഡിയനെ ഫയൽ ചെയ്തിട്ട് സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ അതോറിറ്റി, എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്, എക്സ്പ്രസ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ, മൈനർ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ബൈൻഡിങ് ഹിസ് പേരന്റ് ഓർ ഗാർഡിയൻ even for necessaries, the parent will be held liable only when the child is acting as an agent for the parents. So ഒരു കോൺട്രാക്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സ്പ്രസ് ഇംപ്ലൈഡ് അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പേരന്റിനോ ഗാർഡിയനോ ആ പറയുന്ന സാഹചര്യ പ്രകാരം നമുക്ക് ലയബിൾ ആക്കാം. അങ്ങനെ അതോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈവൻ ഫോർ നെസസറീസ് ഒരു മൈനറിന് ഗാർഡിയൻ അല്ലെങ്കിൽ പേരന്റിനെ ലയബിൾ ആക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഇത്ര ലോ പറയുന്നുള്ളൂ, പേരന്റ് അല്ലെങ്കിൽ ഗാർഡിയനെ ലയബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ
ചൈൽഡ് ഇസ് ആക്ടിങ് ആസ് എൻ ഏജന്റ് ഫോർ ദ പേരന്റ്. ചൈൽഡ് പേരന്റിന്റെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ലയബിൾ ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് ആയിട്ട് എടുത്തു വെക്കണം, പേരന്റോ ഗാർഡിയൻ വിൽ ബി ഹെൽഡ് ലയബിൾ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പേരന്റോ ഗാർഡിയനെ നമുക്ക് എന്താക്കാൻ പറ്റൂല, ലയബിൾ ആക്കാൻ പറ്റൂല. ഇനി മേജർ ആയതിനു ശേഷം മൈനർ ആയപ്പോൾ ഏർപ്പെട്ട കോൺട്രാക്ട് റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുമോ? കുറെ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും മൈനർ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്, മൈനർ ആയിരുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് നമ്മൾ ഏർപ്പെട്ടു, അത് മേജർ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റൂല. മൈനർ കനോട്ട് റാറ്റിഫൈ ദ എഗ്രിമെന്റ് ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി ആസ് ദ ഒറിജിനൽ എഗ്രിമെന്റ് ഇസ് വോയിഡ് അബ് ഇനിഷ്യോ. എടാ തുടക്കത്തിലുള്ള എഗ്രിമെന്റ് തന്നെ കോൺട്രാക്ട് വിത്ത് മൈനർ ഇസ് വോയിഡ് അബ് ഇനിഷ്യോ, വോയിഡ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. വോയിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് നമ്മൾ എങ്ങനെ, ആ കോൺട്രാക്ടിനെ ഒരു വാലിഡിറ്റി ഇല്ല, പിന്നെ നമ്മൾ അതിനെ എങ്ങനെ റാറ്റിഫൈ ചെയ്തെടുക്കും? ആൻഡ് എ വോയിഡ് എഗ്രിമെന്റ് കെൻ നെവർ ബി റാറ്റിഫൈഡ്. ആ വോയിഡ് എന്ന് പറയുന്ന സാധനത്തിന് തന്നെ ഒരു ലീഗാലിറ്റി ഇല്ല. അപ്പൊ ലീഗാലിറ്റി ഇല്ലാത്ത സാധനത്തിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഹെൻസ് ഇൻ ദിസ് കേസ് ഓൾസോ Miss M will not succeed in recovering the outstanding amount by filing a case. Mr. Mittal cannot recover the outstanding amount by filing a case against Miss P after she attains majority. Majority attain ചെയ്തതിനു ശേഷം മൈനർ ആയപ്പോൾ ഏർപ്പെട്ട കോൺട്രാക്ട് ഒരിക്കലും എന്ത് ചെയ്തെടുക്കാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ, നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ ആ കോൺട്രാക്ട് എന്തായിരുന്നു, വോയിഡ് ആയിരുന്നു. വോയിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് നമ്മൾ എങ്ങനെ റാറ്റിഫൈ ചെയ്തെടുക്കും? അതാണ് ലോയുടെ ആ കണ്ടെക്സ്റ്റ്. അപ്പൊ അതുകൊണ്ട് മൈനർ ആയപ്പോൾ ഏർപ്പെട്ട കോൺട്രാക്ട് വോയിഡ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് നമുക്ക് ഒരിക്കലും റാറ്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ് അടുത്തത് കോൺട്രാക്ട് വാലിഡ് ആണോ, കോൺട്രാക്ട് വോയിഡ് ആണോ? ഇത് നമ്മുടെ യൂണിറ്റ് 1-നെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന വാലിഡ്, വോയിഡ്, വോയിഡബിൾ, ചില സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും വാലിഡ് ആണോ വോയിഡ് ആണോ. ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും കുറെ നാളുകളായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ ദ ഫോളോയിങ് എഗ്രിമെന്റ്സ് ഓഫ് വാലിഡ് ഓർ വോയിഡ് ആസ് പെർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. നോക്കാം. വെദർ two courts have jurisdiction to try a suit, an agreement between the parties that the suit should be filed in one of those courts alone and not in the other. നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം. Where two courts have jurisdiction, രണ്ട് കോർട്ടിനും ആ പറയുന്ന സ്യൂട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അവിടെ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് തമ്മിൽ എഗ്രിമെന്റിലോട്ട് ഏർപ്പെട്ടു that suit should be filed in one of those courts alone. ഇതിൽ ഏതെങ്കിലും ഒരു കോർട്ടിൽ മാത്രമേ ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പാർട്ടീസ് ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നു. ആൻഡ് നോട്ട് ഇൻ ദി അതർ. അങ്ങനെ ഏർപ്പെടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതായത് രണ്ട് കോർട്ടും ആ ജുറിസ്ഡിക്ഷനിൽ വരുന്നു. they can try those suits. രണ്ടുപേർക്കും മറ്റേ സ്യൂട്ട്സ് ട്രൈ ചെയ്യാം. പക്ഷെ പാർട്ടീസ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് പറയാണ് നമുക്ക് ഇവിടെ നമ്മുടെ എന്തെങ്കിലും സ്യൂട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ അടിയിൽ കൊണ്ടുവരാം. അങ്ങനെ ഒരു എഗ്രിമെന്റിലോട്ട് ഏർപ്പെടുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണോ? യെസ്, ഇറ്റ് ഇസ് എ വാലിഡ് എഗ്രിമെന്റ്. നോക്കാം. The agreement is valid. Reason: an agreement in restraint of legal proceeding is the one by which any party thereto is restricted absolutely from enforcing his right under a contract through a court. അതായത് സ്യൂട്ട് നീ ഫയൽ ചെയ്യരുത്, നീ മറ്റേ ലീഗൽ പ്രൊസീഡിങ്സിന് പോവരുത് എന്ന് പറയുന്നതാണ് എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല. A contract of this nature is void. However, in the given statement, no absolute restriction is marked on parties on filing of a suit. എടാ, ഈ പറയുന്ന സിറ്റുവേഷനിൽ നീ സ്യൂട്ട് ഫയൽ ചെയ്യരുതെന്നല്ല പറയുന്നത്. രണ്ട് കോർട്ടിനും ജുറിസ്ഡിക്ഷൻ ഉണ്ട് ഈ പറയുന്ന സ്യൂട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി. ഇതിൽ നമ്മൾക്ക് പോകാം എന്നൊരു ഡിസിഷൻ എടുക്കുന്നുള്ളൂ. നീ സ്യൂട്ടേ ഫയൽ ചെയ്യരുതെന്നല്ല പറയുന്നത്. സ്യൂട്ടേ ഫയൽ ചെയ്യരുതെന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് ആണ്, അതല്ല ഇവിടെ പറയുന്നത്. As per the agreement, suit may be filed in one of the courts having the jurisdiction. രണ്ട് പാർട്ടീസ് എഗ്രിമെന്റിലോട്ട് ഏർപ്പെട്ടിട്ട് പറയണം നമുക്ക് മറ്റേ കോർട്ടിൽ പോകണ്ട, ഈ കോർട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു തീരുമാനത്തിലോട്ട് എത്തുന്ന എഗ്രിമെന്റ് ഒരിക്കലും വോയിഡ് അല്ല, അതൊരു വാലിഡ് ആണ്. അത് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് അല്ല. നെക്സ്റ്റ് പാർട്ട് നല്ലൊരു ക്വസ്റ്റ് ആണ്. മാർക്ക് ദാറ്റ് ഫസ്റ്റ് പാർട്ട് ഇസ് ഇമ്പോർട്ടന്റ്. എക്സ് ഓഫേഴ്സ്, അതായത് നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്, എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് മാരുതി കാർ ടു വൈ. Y believes that X has only Wagoner car but agrees to buy it. ഇങ്ങനെയാണോ? വളരെ ക്ലിയർ ആയിട്ട് പറയണ്ടേ? കോൺട്രാക്ടിനകത്ത് എല്ലാ സാധനവും സർട്ടൻ ആയിരിക്കണ്ടേ? സോ ഇതൊരു വാലിഡ് കോൺട്രാക്ട് ആണോ? അല്ല, ഇറ്റ് ഇസ് വോയിഡ്. നോക്കാം. This agreement is void as two parties are thinking about different subject matters as there is no real consent and agreement may be treated as void
as mistake of fact as well as absence of consensus. എടാ ഫ്രീ കൺസെന്റ്, ആർ പേഴ്സൺസ് എഗ്രീങ് ടു ദ സെയിം തിങ് ഇൻ ദ സെയിം മാനർ. ഒരേ കാര്യം പറയുന്നു, എനിക്ക് ഇന്ന കാർ വേണമെന്ന് പറഞ്ഞു, മറ്റാൾ ഓക്കെ ഞാൻ ഇന്ന കാറാണ്, നീ ഉദ്ദേശിച്ച അതേ കാറാണ് സെല് ചെയ്യുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? ഒരാൾ വിചാരിക്കുകയാണ് മറ്റേ ആൾക്ക് ഈ കാറാണ് ഉള്ളത്, മറ്റേ ആൾ വിൽക്കുന്ന വേറൊരു കാറാണ്. സോ അവിടെ കൺസെൻസസ് ഇല്ല, സബ്ജക്ട് മാറ്റർ തന്നെ സർട്ടൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കോൺട്രാക്ട് ഫോം ആയി എന്ന് പറയാൻ പറ്റുമോ? ഈ എഗ്രിമെന്റ് വാലിഡ് ആയിട്ട് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ദിസ് ഇസ് എ void agreement. അടുത്തത്, ഇത് തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ വർക്ക് ബുക്കിലുള്ളതാ. X, a physician and a surgeon, employs Y as an assistant on a salary of 75,000 per month. X ഒരു ഫിസിഷ്യനും സർജനുമാണ്, Y എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റിനെ 75,000 per month അപ്പോയിന്റ് ചെയ്യുവാണ്. എത്ര നാളത്തേക്കാണ്? 2 years ആണ്. And Y agrees not to practice as a surgeon and physician during these 2 years. നീ ഈ 2 വർഷം വേറെ എവിടെയും സർജൻ ആയിട്ട് വർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിട്ട് ഈ പറഞ്ഞ 2 വർഷം വർക്ക് ചെയ്യരുത്. അതിനെ നമ്മൾ എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതൊരു സർവീസ് എഗ്രിമെന്റ് പോലെയാണ്. അതായത് എക്സ് വൈ എന്ന് പറയുന്ന ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് ആയിട്ട്, എടാ നീ 2 വർഷം ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേ സമയത്ത് നീ വേറെ എവിടെയും പോയി സർജനായിട്ടോ ഫിസിഷ്യനായിട്ടോ പ്രാക്ടീസ് ചെയ്യരുത്, ഇത്രേ അവിടെ പറയുന്നുള്ളൂ. അതിനെ നമ്മൾ എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യം ഇല്ല. അപ്പോ അല്ലെങ്കിൽ ഇത് ഒരു സർവീസ് എഗ്രിമെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടെച്ചാൽ മതി. സർവീസ് എഗ്രിമെന്റ് വാലിഡ് ആണ്. ദ സെഡ് എഗ്രിമെന്റ് ഇസ് വാലിഡ്. An agreement by which any person is restrained from exercising a lawful profession, trade or business of any kind, it is to that extent void. ഇതൊരു എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് ആയിരുന്നെങ്കിൽ void ആയേനെ. ഇത് എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് അല്ല. Continue. But as an exception, agreement of service by which an employee binds himself during the term of his agreement not to compete with his own employer is not a restraint of trade. അതായത് നമ്മൾ അവിടെ എഗ്രിമെന്റ്, ഞാൻ ഒരു സ്ഥലത്ത് എംപ്ലോയ്മെന്റിലായി ഇരിക്കുമ്പോൾ ഞാൻ വേറെ എവിടെയും എംപ്ലോയ്മെന്റിൽ പോകൂല എന്ന് പറയുന്നത് എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് അല്ല. നേരത്തെ പറയുന്ന പോലെ ഒരു എഗ്രിമെന്റ് ഓഫ് സർവീസ് ആണ്. സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞ ഒരു സർവീസ് എഗ്രിമെന്റ് ആണ്. അതായത് എംപ്ലോയ്മെന്റിൽ ഇരിക്കും. കാരണം ഇവിടുത്തെ അയാൾ ഈ പറഞ്ഞ സർജൻ ഫിസിഷ്യന്റെ എല്ലാ ട്രേഡ് സീക്രട്സും പഠിച്ച് ഇയാൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും കുറവ് ഇയാൾ പുറത്ത് പ്രാക്ടീസ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറിജിനൽ സർജൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിട്ട് ഉള്ള ആൾക്ക് അതിൽ ട്രേഡ് സീക്രട്ട് പുറത്തും പോകും, അയാൾക്ക് നഷ്ടവും വരും. അപ്പൊ അത് വരാതിരിക്കാൻ ലോ പറയാണ്, നിങ്ങളൊരു സ്ഥലത്ത് എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോൾ അവരൊരു സർവീസ് അഗ്രിമെന്റ് എടുത്ത് പറയാ, നിങ്ങൾ ഇവിടെ എംപ്ലോയി ആയിട്ട് ഇരിക്കുമ്പോൾ വേറെ എവിടെയും പോയി ഇതേ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറയുന്നതിനെ ലോയുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇൻ ദ ഐസ് ഓഫ് ദ ലോ വി വിൽ നോട്ട് കൺസിഡർ ആസ് എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ്. അതൊരു സർവീസ് എഗ്രിമെന്റ് ആണ്. സർവീസ് എഗ്രിമെന്റ് ആണ് എന്നുള്ള സംഭവം എടുത്തെഴുതണം. എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് അല്ല. ഇത് എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് ആണെങ്കിൽ അത് വോയിഡ് ആയനെ. ഇത് എഗ്രിമെന്റ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. ദിസ് ഇസ് ഓൺലി എ സർവീസ് എഗ്രിമെന്റ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർ ഓൺസ് ആൻ ഇലക്ട്രിക് സ്റ്റോർ. P visited the store to buy a water purifier priced at 54,000. സോ ആറിനൊരു ഇലക്ട്രോണിക് സ്റ്റോർ ഉണ്ട്. P സ്റ്റോർ വിസിറ്റ് ചെയ്തു ഒരു വാട്ടർ പ്യൂരിഫയർ മേടിക്കാൻ വേണ്ടിയിട്ട്. 54,000 ആണ് അതിന്റെ വില. He specifically requested R for a purifier with a copper filter. എടുത്തു പറയാണ്, എനിക്ക് കോപ്പർ ഫിൽറ്റർ ഉള്ള ഒരു പ്യൂരിഫയർ ആണ് വേണ്ടത്. ആസ് പി wanted to buy the purifier on credit. ക്രെഡിറ്റിലാണ്, അതായത് ഫുൾ ഓൺ കംപ്ലീറ്റ് ക്യാഷ് പർച്ചേസ് അല്ല, ക്രെഡിറ്റിലാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. With the intention of paying in 9 equal monthly installments, R demands a guarantor for the transaction. 9 monthly installmentsൽ തരാമെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാൾ ഗ്യാരണ്ടി നിൽക്കണം എന്നാണ് പറയുന്നത്. S, a friend of P, came forward and gave the guarantee for payment of the water purifier. സെസ് എന്ന് പറഞ്ഞൊരു ഷുവറിറ്റി പിക്ചറോട്ട് വരുന്നു. ഫ്രണ്ട് ഓഫ് പി ആണ്. അപ്പോ ഡെറ്ററിന് വേണ്ടിയിട്ട് ഒരാൾ ഗ്യാരണ്ടി നിന്നിട്ട് പറയാണ്. ആർ സോൾഡ് പി a water purifier of a specific brand. ഒരു സ്പെസിഫിക് ബ്രാൻഡിലുള്ള സാധനം ആറ് വിൽക്കുകയാണ്. P made payment for 4 monthly installments. So total 9 4 installments already ആര് പേ ചെയ്തിട്ടുണ്ട്? P പേ ചെയ്തിട്ടുണ്ട്. And after that became insolvent. So P insolvent ആയി പോയി. Explained with reference to the Indian Contract Act, the liability of S as a guarantor to pay the balance price of water purifier to R. So creditorന് ഇനി മൊത്തം പൈസ, ഇനി എത്ര പൈസയാണ് കൊടുക്കേണ്ടത്? ഓൾറെഡി 9 4 ഇൻസ്റ്റാൾമെന്റ്സ് പി ആയിട്ടുള്ള ഡെറ്റർ അടച്ചു തീർത്തിട്ടുണ്ട്. ഇനിയും എത്ര പൈസയാണ് ഗ്യാരണ്ടർ ആയിട്ടുള്ള എസ് കൊടുത്തു തീർക്കേണ്ടത്? ഷുവറിറ്റി എത്രയാണ് കൊടുത്തു തീർക്കേണ്ടത്? അതാണ് ഫസ്റ്റ് പാർട്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്.
what will be your answer? If R sold the water purifier, അയാള് R purifier വിറ്റപ്പോൾ misrepresenting it as having a copper filter while it actually has a normal filter. കോപ്പർ ഫിൽറ്റർ ഉണ്ട് എന്നും പറഞ്ഞ് മിസ്റെപ്രസെന്റ് ചെയ്തിട്ട് ശരിക്കും ഏതേ ഉണ്ടായിരുന്നുള്ളൂ നോർമൽ ഫിൽറ്റർ ആണ്, പക്ഷെ മിസ്റെപ്രസെന്റ് ചെയ്തിട്ട് ആ പറയുന്ന വാട്ടർ പ്യൂരിഫയർ വിറ്റു എന്നുണ്ടെങ്കിൽ ആൻസർ ഡിഫറെന്റ് ആകുമോ? നൈദർ പി നോർ എസ് വാസ് അവെയർ. ഡെറ്ററിനും അറിയില്ലായിരുന്നു, ഷുവറിറ്റിക്കും അറിയില്ലായിരുന്നു അബൌട്ട് ദിസ് ഫാക്ട്. And upon discovering the truth, P refused to pay the price. സെക്കൻഡ് സിറ്റുവേഷനിൽ പറയാം, ഇത് അറിഞ്ഞതിന് ശേഷം പി കൊടുക്കാൻ വേണ്ടി റെഡിയല്ല, പൈസ കൊടുക്കാൻ വേണ്ടി റെഡി. കാരണം പി എടുത്തു പറഞ്ഞു എനിക്ക് കോപ്പർ ഫിൽറ്റർ ഉള്ള വാട്ടർ പ്യൂരിഫയർ വേണ്ടതെന്ന്. സോ അത് മീറ്റ് ചെയ്യാൻ റെഡി അല്ലല്ലോ. ഇൻ റെസ്പോൺസ് ടു ദ പീസ് റെഫ്യൂസൽ ആർ ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് എസ്. അപ്പൊ പി റെഫ്യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് പാർട്ടാണ്, റെഫ്യൂസ് ചെയ്തത് കൊണ്ട് ക്രെഡിറ്റർ ആർക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാണ്? ഷ്യൂരിറ്റിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാണ്. R filed a suit against S. കാരണം ഡെറ്റർ തരില്ല എന്നല്ലേ പറഞ്ഞത്. The guarantor explained with reference to the Indian Contract Act 1872 whether S is liable to pay the balance price of water purifier to R. So balance price കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എടാ ഫസ്റ്റ് പാർട്ടിനും ഒരു സെപ്പറേറ്റ് ആൻസർ കൊടുക്കണം, സെക്കൻഡ് പാർട്ടിനും ഒരു സെപ്പറേറ്റ് ആൻസർ കൊടുക്കണം, which is part of your conclusion. Okay, so നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. As per section 126 of the Indian Contract Act, the contract of guarantee is defined as a contract to perform the promise. ഒരു കോൺട്രാക്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോമിസ് പെർഫോം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുക ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഒരാൾ ഡിഫോൾട്ട് വരുത്തുമ്പോൾ ഞാൻ ആ ലയബിലിറ്റി തന്നു തീർത്തോളാം, ആ പെർഫോമൻസ് ഞാൻ ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യുന്ന ഒരു കോൺട്രാക്ടിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ പറയുന്ന കേസിൽ എസ് ഗ്യാരണ്ടി നിൽക്കുവാണ് പിയുടെ പേയ്മെന്റിന് വേണ്ടി ടുവേർഡ്സ് ആർ. സോ എസ് ഇസ് എ ഷ്യൂരിറ്റി, പി ഇസ് എ ഡെറ്റർ ആൻഡ് ആർ ഇസ് എ ക്രെഡിറ്റർ. വെൻ പി ഡിഫോൾട്ടഡ് ആഫ്റ്റർ മേക്കിംഗ് 4 monthly ഇൻസ്റ്റാൾമെന്റ്, ആദ്യത്തെ കേസിൽ 4 monthly ഇൻസ്റ്റാൾമെന്റ് ആയതിനു ശേഷം ഡെറ്റർ ഇൻസ്റ്റാൾമെന്റ് ആയി. അപ്പൊ എസിന്റെ ലയബിലിറ്റി എങ്ങനെയാ വരിക? നിങ്ങൾ നോക്കുക, ടോട്ടൽ 54,000 ആണ് എമൗണ്ട് വരിക. 54,000 ഓൾറെഡി എത്ര ഇൻസ്റ്റാൾമെന്റ്സ് അടച്ചിട്ടുണ്ട്? 9 ഇൻസ്റ്റാൾമെന്റ്സ് അല്ലേ? സോ 54,000 divided by 9. When you look into it, it is 6,000 per installment. 6,000 വെച്ച് വരും. സോ ഓൾറെഡി എത്ര അടച്ചിട്ടുണ്ട്? 4 അടച്ചിട്ടുണ്ട്. സോ 6,000 into 4 അടച്ചിട്ടുണ്ട്. ഇനി എത്ര അടയ്ക്കാനാണ് ബാക്കിയുള്ളത്? 5 അടയ്ക്കാനായിട്ടാണ് ബാക്കിയുള്ളത്. സോ 6,000 into 5 30,000 ആയിരിക്കും. 6,000 എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ? 6,000 എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ? 54,000 divided by 9. ഓരോ ഇൻസ്റ്റാൾമെന്റിൽ 6,000 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത്. ഓൾറെഡി എത്ര ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ട്? പി ഓൾറെഡി 4 monthly ഇൻസ്റ്റാൾമെന്റ്സ് അടച്ചിട്ടുണ്ട്. സോ ഓൾറെഡി 6,000 into 4 അടച്ചിട്ടുണ്ട്. ഇനി എത്ര ബാക്കിയുണ്ട്? 5 ഇൻസ്റ്റാൾമെന്റ്. ടോട്ടൽ 9ൽ 4 അടച്ചു, ബാക്കി 5. സോ 6,000 into 5 30,000 ആണ് ഡെറ്റർ ഇൻസോൾവെന്റ് ആകുമ്പോൾ എസ് ആയിട്ടുള്ള ഷ്യൂരിറ്റി അടച്ച് ആറിന് കൊടുത്ത് തീർക്കേണ്ടത്. സെക്കൻഡ് പാർട്ടിലാണ് പറയുന്നത് ക്രെഡിറ്റർ മിസ്റെപ്രസെന്റ് ചെയ്യുവാണ്. അപ്പൊ പി പറയുവാണ്, ഡെറ്റർ പറയാണ് ഞാൻ തരില്ല. അതുകൊണ്ട് ക്രെഡിറ്റർ ആർക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യണം? അവിടെ മിസ്റെപ്രസെന്റ് ചെയ്ത ക്രെഡിറ്ററാ. കോപ്പർ ഫിൽറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു, പക്ഷെ കോപ്പർ ഫിൽറ്റർ അല്ല, അതൊരു നോർമൽ ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ ഡെറ്റർ പറയാണ് ഞാൻ പൈസ ഒന്നും ഓർക്കില്ല, താൻ എന്നെ പറ്റിച്ചല്ലോ, മിസ്റെപ്രസെന്റ് ചെയ്തല്ലോ. അപ്പോൾ ഉടനെ കൊണ്ട് ആരുടെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി പോയി? ക്രെഡിറ്റർ ഷ്യൂരിറ്റിയുടെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി പോയി. ഷ്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മിസ്റെപ്രസെന്റേഷനെ ബേസ് ചെയ്ത് നമ്മൾ 142 പഠിച്ചായിരുന്നു. സെക്ഷൻ 142 നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 1, ഇത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഒക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ടോട്ടൽ 30,000 വന്നു. ഓക്കെ. അക്കോർഡിംഗ് ടു സെക്ഷൻ 142 ഓഫ് ദി ആക്ട്, എനി ഗ്യാരണ്ടി വിച്ച് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് മിസ്റെപ്രസെന്റേഷൻ മെയ്ഡ് ബൈ ദ ക്രെഡിറ്റർ ഓർ വിത്ത് ഹിസ് നോളജ് ഇൻ എസെന്റ്. ക്രെഡിറ്റർ മിസ്റെപ്രസെന്റേഷൻ ചെയ്യുവോ അല്ലെങ്കിൽ അയാളുടെ നോളജോ എസെന്റോട് കൂടി ചെയ്യുവാണെങ്കിൽ കൺസേണിംഗ് എ മെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ, ആ പറയുന്ന കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്തായി മാറുവാണ്? ഇൻവാലിഡ് ആയി മാറുവാണ്. എടുത്തു പറയണം, ക്രെഡിറ്റർ മിസ്റെപ്രസെന്റേഷൻ നടത്തി അല്ലെങ്കിൽ അയാളുടെ നോളജോ എസെന്റോട് കൂടി അവിടെ ഒരു മിസ്റെപ്രസെന്റേഷൻ നടന്നെങ്കിൽ ആ കോൺട്രാക്ട് ഇൻവാലിഡ് ആയി. കാരണം ശരിയാണെന്ന് ഓർത്തിട്ടല്ലേ മറ്റേ ആൾ ഗ്യാരണ്ടി നിൽക്കുന്നത്, അപ്പൊ അയാളെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹിയർ the guarantee is obtained by means of misrepresentation made by the creditor and therefore the guarantee is invalid. Further 143 section അകത്ത് ഒരു കാര്യം പറയുന്ന ഓർമ്മയുണ്ടോ? സൈലൻസിന്റെ കാര്യം. any guarantee which a creditor has obtained by means of keeping a silence as to material circumstances, it is also invalid. connected sections അല്ലേ? ആദ്യത്തിനകത്ത് മിസ്റെപ്രസെന്റേഷൻ കാണിച്ച കാര്യം പറയുന്നു, പിന്നെ പറയാണ് മെറ്റീരിയൽ പാർട്ടിൽ എന്തെങ്കിലും ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്താലും എനിക്കറിയാം ഇതാണ് അതിന്റെ ശരി, അതായത് ഇന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്, വിച്ച് ഇസ് എ മെറ്റീരിയൽ പാർട്ട്. അതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് പാർട്ട്, ദ ക്രക്സ് ഓഫ് ദാറ്റ് കോൺട്രാക്ട്. അത് മറച്ചു വെക്കുവാണെങ്കിൽ ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ് ആയി മാറി. ഹിയർ
ആർ മിസ്റെപ്രസെന്റഡ്, ആർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് മിസ്റെപ്രസെന്റഡ് ദ ഫിൽറ്റർ ടൈപ്പ്, അത് നോർമൽ ഫിൽറ്ററിനെ കോപ്പർ എന്ന് പറഞ്ഞ് വിറ്റു. ബോത്ത് പി ആൻഡ് എസ് വെർ unaware of the fact the creditor has obtained the guarantee by remaining the silence as to material circumstances. Therefore, the guarantee obtained from S will be considered as invalid. So, ആ ഷുവറിറ്റി കൊടുത്ത ഗ്യാരണ്ടി ഇൻവാലിഡ് ആണ്. അവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ലോ കാണുന്നത്. Consequently, S cannot be held liable to pay the balance price of the water purifier to R. എങ്ങനെ പി റിജക്ട് ചെയ്തോ ആ ക്ലെയിം അതുപോലെ, അതായത് ഡെറ്റർ എങ്ങനെ മറ്റേ ക്ലെയിം റിജക്ട് ചെയ്തു ഞാൻ തരില്ല എന്ന് പറഞ്ഞു ബിക്കോസ് ഓഫ് മിസ്റെപ്രസെന്റേഷൻ ഓർ കീപ്പിംഗ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ ഫാക്ട്, അതുപോലെ തന്നെ ആരും കൊടുക്കേണ്ട ആവശ്യമില്ല, ഷുവറിറ്റിയും കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകൾ ഏതൊക്കെ, അത് ഏതൊക്കെ, ആ എഗ്രിമെന്റ് ഏതൊക്കെ കേസിലാണ് വാലിഡ് ആകുന്നത്. പൊതുവെ കൺസിഡറേഷൻ ഇസ് എ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ കോൺട്രാക്ട്. സോ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എഗ്രിമെന്റ് വാലിഡ് ആകുമോ, കോൺട്രാക്ട് വാലിഡ് ആകുമോ എന്നാണ്. യെസ്, എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു സെക്ഷൻ 25 പ്രകാരം. അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. What are the conditions that need to be fulfilled by to make the following transactions valid without consideration? Consideration ഇല്ലെങ്കിലും താഴെ പറഞ്ഞ എഗ്രിമെന്റ്സിനെ നമുക്ക് എങ്ങനെ വാലിഡ് ആക്കാൻ വേണ്ടി പറ്റും? Agreement made based on natural love and affection, promise to pay, time bound debt. നോക്കാം. നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കേസിൽ അവിടെ എഗ്രിമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രൊവൈഡഡ് താഴെ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുവാണെങ്കിൽ. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. പാർട്ടീസ് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ. പാർട്ടീസ് നിയർ റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കണം. ഇപ്പൊ ഫാദർ സണ്ണ് ഗിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് സണ്ണ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ നിയർ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതാണ്. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഓറൽ ആയിട്ട് പറയുന്നത് വാലിഡ് അല്ല. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ. ഇതിനെ ബേസ് ചെയ്യുന്ന പല കേസ് ബേസ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പറയാണ്. ബാക്കി എല്ലാം ഉണ്ട്, അതായത് പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3 ഉണ്ട്, പക്ഷെ പോയിന്റ് നമ്പർ 4 രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിനെ വാലിഡ് ആക്കാൻ പറ്റുമോ? ഇല്ല. സോ ഓൾ 4 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ആയിരിക്കണം, പാർട്ടീസ് നിയർ റിലേഷൻഷിപ്പിലായിരിക്കണം, റൈറ്റിംഗിലായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ചില സമയത്ത് പറയും റൈറ്റിംഗ് നടന്നു പക്ഷെ ഓൺ ദ വേ അവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, മരിച്ചുപോയി, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രജിസ്ട്രേഷനും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ വാലിഡ് ആവുള്ളൂ. Written and registered agreement made on natural love and affection between the parties standing in near relation to each other is enforceable even without consideration. അപ്പോൾ അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് സെന്റൻസ് ആക്കിയിട്ട് പറയാണ്, ഇങ്ങനെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ആ എഗ്രിമെന്റ് വാലിഡ് ആണ്. പ്രോമിസ് ടു പേ, ടൈം ബൗണ്ട് ഡെറ്റ്, where a promise in writing signed by the person making it or by his authorized agent is made to pay a debt barred by limitation is valid without consideration. ഒരു ടൈം ബാർഡ് ഡെറ്റ്, അതായത് ഇപ്പൊ നമുക്ക് ഇനി സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോർട്ടിൽ കൊണ്ടുപോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല, കാരണം ആ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ടൈം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ടൈം ബാർഡ് ഡെറ്റ് എന്ന് പറയുന്നത്. സോ ടൈം ബാർഡ് ഡെറ്റ് ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പാർട്ടീസ് എഗ്രിമെന്റിലോട്ട് ഏർപ്പെടുമ്പോൾ അവിടെ കൺസിഡറേഷൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എടാ പണ്ട് കിട്ടാനുണ്ടായിരുന്ന ഒരു കടം, അതിപ്പോ അയാൾ ഇപ്പൊ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് പോയി, ഒരാൾ എൻ്റെ അടുത്തുനിന്ന് കടം മേടിച്ചിരുന്നു, ഇപ്പൊ എനിക്ക് അയാൾക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്താൽ കടം തിരിച്ച് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റൂല. അയാൾ ഇപ്പൊ വന്നിട്ട് എന്നോട് പറയാൻ തന്നെ ഞാൻ ഇങ്ങനെ തനിക്ക് തന്നു തീർത്തോളാം, ആ നേരത്തെ മേടിച്ച പൈസ ഇല്ലേ ഞാൻ തന്നു തീർത്തോളാം, ഒരു ടൈം ബാർഡ് ഡെറ്റാണ്, അത് തന്നു തീർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നമ്മളൊരു എഗ്രിമെന്റ് ഏർപ്പെടുക, ഇന്ന ഡേറ്റിൽ തരാം എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു കൺസിഡറേഷൻ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ പറയുന്നതിനകത്തും കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സോഗയാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലോട്ട് നമ്മൾ പോവാണ്. ദിസ് പാർട്ട് അഗൈൻ ഐ ഹാഡ് ഡിസ്കസ്, ദിസ് ഇസ് നേരത്തെ ഞാൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും നമ്മുടെ IRF ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇടയ്ക്കൊക്കെ ഞാൻ അത്ര വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാത്ത ചില ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ കോൺട്രാക്ടിന്. ദറ്റ് ഡസൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അത് വരില്ല എന്നല്ല, ആ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ഇപ്പൊ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് ഒക്കെ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില സമയത്ത് യു ക്യാൻ സി അൺഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിടാറുണ്ട്. സോ നെവർ സ്റ്റഡി വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെയല്ല, അങ്ങനെ അത് മാത്രമേ പഠിക്കാവുള്ളൂ എന്നല്ല. ഈ വെരി ഇമ്പോർട്ടൻ്റ് ഒക്കെ ഫസ്റ്റ് ഒരു റിവിഷൻ ചെയ്യുന്ന സമയത്ത്, ഈ വെരി ഇമ്പോർട്ടൻ്റ് ഒക്കെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, റിവിഷൻ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ആദ്യമേ വെരി ഇമ്പോർട്ടൻറ്റ് റിവൈസ് ചെയ്യുക, പിന്നെ ഇമ്പോർട്ടൻറ്റ് റിവൈസ് ചെയ്യുക, പിന്നെ അൺഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഈ അൺഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് ടെൻഡൻസി ഉണ്ട്, ഫാക്കൽറ്റി പറഞ്ഞു അൺഇമ്പോർട്ടൻറ്റ് ഇനി അത് പഠിക്കേണ്ട, അങ്ങനെ എടുക്കരുത്. സി യു ഷുഡ് ഓൾവേസ് തിങ്ക് നമ്മളത് പറയുന്നത്, സി വി ആർ നോട്ട് ദ വൺസ് ഹൂസ് പുട്ടിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളിത് പറയുന്നത് ഓവർ ദ ഇയേഴ്സ് ഇത്രയും നാളെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ടൈംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിചാരിക്കും ഇത് കുറെ നാൾ റിപ്പീറ്റ് ചെയ്തല്ലേ വേറെ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം, അപ്പോഴാണ് ഈ അൺഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ സാധനം കയറി വരുന്നത്. ദാറ്റ് ഇസ് വൈ വി സേ
very, very important. Whatever we marked in the class or whenever we are discussing the RTP, if you say that's very, very important, അത് ആദ്യം റിവൈസ് ചെയ്യുക. ഒരു ABC അനാലിസിസ് വരും, മറ്റേത് രണ്ടാമത്, പിന്നെ മൂന്നാമത്, അങ്ങനെ പോവാട്ടോ. സോ ഒന്നും വിടാനല്ല ഈ വെരി ഇമ്പോർട്ടന്റ് അൺഇമ്പോർട്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇപ്പൊ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈവൻ ദോ ആർട്ടിക്കിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണെങ്കിലും അത് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. വി ക്യാൻ ഓൾസോ ഫൈൻഡ് ദ ഇൻഡയറക്റ്റ് ക്വസ്റ്റൻസ് ഇൻ യുവർ വർക്ക് ബുക്ക്. Going to the next one, what are the Sale of Goods Act ആണ് സോക. What are the consequences of destruction of specified goods before making of contract and after agreement to sell under the Sale of Goods Act? Contract of sale ഉണ്ടാക്കിയതിനു ശേഷം സ്പെസിഫൈഡ് ഗുഡ്സ് ഡിസ്ട്രക്റ്റഡ് ആയി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഗ്രിമെന്റ് ടു സെല്ലിന്റെ ശേഷം നമ്മുടെ സ്പെസിഫൈഡ് ഗുഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സ് ഡിസ്ട്രക്റ്റഡ് ആയി പോവുകയാണെങ്കിൽ ആ പറയുന്ന കോൺട്രാക്ട് എന്തായി മാറും? വാലിഡ് ആണോ, വോയിഡ് ആണോ, വോയിഡബിൾ ആണോ എന്നാണ് നമ്മളെ പ്രൊവിഷൻ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ പ്രൊവിഷൻ സെക്ഷൻ 7 പ്രകാരം കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്, ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കി സ്പെസിഫിക് ഗുഡ്സിന് വേണ്ടിയിട്ട് if at the time when the contract was made, ആ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് the goods without the knowledge of the സെല്ലറിന്റെ നോളജ് ഇല്ലാതെ ആ ഗുഡ്സ് പെരിഷ്ഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ഡാമേജ് ഹാസ് നോ ലോങ്ങർ ആൻസർ ടു ദ ഡിസ്ക്രിപ്ഷൻ, പറഞ്ഞ പ്രകാരം അത് ഇനി വിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡ് അബ് ഇനിഷ്യോ ആയിട്ട് മാറി. The contract became void ab initio. Void ab initio. Remember, contract ഉണ്ടാക്കി, പക്ഷെ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് സെല്ലറിന് അറിയില്ല, ബയറിന് അറിയില്ല, ആ പറയുന്ന സബ്ജക്ട് മാറ്റർ ഡിസ്ട്രക്റ്റഡ് ആയിപ്പോയി, പെരിഷ്ഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിപ്പോയി, ഡിസ്ക്രിപ്ഷനുമായിട്ട് അതിന് ഒരു രീതിയിലും മാച്ച് ആയി പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതെനിക്ക് സെല് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആ കോൺട്രാക്ട് വോയിഡ് ആയിപ്പോയി. ഇനിയും എഗ്രിമെന്റ് സെല്ല, ഇവിടെ കോൺട്രാക്ടിന്റെ കാര്യം പറയുന്നത് ശ്രദ്ധിച്ചോണേ. Section 7 talks about a contract of sale of specific goods. Contract ഉണ്ടാക്കി. അടുത്ത section 8 talks about agreement to sell. മറക്കട്ടെ. The first one is about contract and the second one is about agreement. Where there is an agreement to sell a specific goods. ഇവിടെ കോൺട്രാക്ട് ഉണ്ടായിട്ടില്ല, എഗ്രിമെന്റ് ടു സെൽ ആണ്. സോ ഫ്യൂച്ചർ ഗുഡ്സ് ആണ് സ്പെസിഫിക് ഗുഡ്സിന്റെ. Subsequently, the goods without any fault on the part of the seller or the buyer perish or become so damaged as no longer to answer to the description in the agreement before the risk passes to the buyer. The agreement is thereby avoided and or becomes void. അതായത് എഗ്രിമെന്റ് ടു സെൽ ഓർ സ്പെസിഫിക് ഗുഡ്സ് നടത്തി ബയറിനെയോ സെല്ലറിനെയോ ഫോൾട്ട് ഇല്ലാതെ ആ പറയുന്ന ഗുഡ്സ് പെരിഷ്ഡ് ആയിപ്പോയി, ഡാമേജ്ഡ് ആയിപ്പോയി, സോ ഇനിയും അത് മറ്റേ ഒരു രീതിയിലും അങ്ങനെ ഡാമേജ് ആയിപ്പോയി, വി കനോട്ട് മാച്ച് ഇറ്റ് വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ വിൽക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നു, ആ പ്രകാരം നമുക്കത് വിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാം, ആ കോൺട്രാക്ട് വോയിഡ് ആയി മാറും. ആദ്യത്തെ കേസ് സെക്ഷൻ 7 ടോക്സ് അബൌട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി എന്നിട്ട് ഗുഡ്സ് പെരിഷ്ഡ് ആയിപ്പോയി. ഇവിടെ എഗ്രിമെന്റ് സെൽ ആണ്, പക്ഷെ നമ്മുടെ സ്പെസിഫിക് ഗുഡ്സ് ഈ കേസിലും പെരിഷ്ഡ് ആയിപ്പോയി. ബയറിന്റെയും സെല്ലറിന്റെയും മിസ്റ്റേക്ക് ഒന്നുമല്ല, ആ കേസിൽ കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഇത് കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കിടപ്പുണ്ട്, സോ അത് നോക്കണേ. ഇവിടെ നമ്മുടെ RTPയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവർ ഇട്ടേക്കുന്നത്. ഇത് ഈ ഒരു ഏരിയ നോട്ട് ഓൺലി സെയിൽ ബൈ സാമ്പിൾ, നമ്മുടെ ഇംപ്ലൈഡ് കണ്ടീഷൻസിന്റെ കംപ്ലീറ്റ് ഏരിയയിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സെയിൽ ബൈ സാമ്പിൾ, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ, സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, ക്വാളിറ്റി ആസ് ഓർ ഫിറ്റ്നസ്, ആ ഒരു ഏരിയ എന്നൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോൾ ഇട്ടേക്കുന്നത് സെയിൽ ബൈ സാമ്പിൾ. സോ സെയിൽ ബൈ സാമ്പിൾ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയില്ല. ഇംപ്ലൈഡ് കണ്ടീഷൻസ് കുറച്ചധികം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ ഇംപ്ലൈഡ് കണ്ടീഷൻസിൽ നിന്ന് ഏതെങ്കിലും ഇതുപോലെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കണം. ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൊതുവെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, ബൈ സാമ്പിൾ ആണോ, ബൈ ഡിസ്ക്രിപ്ഷൻ ആണോ, ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ ആണോ എന്നൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഒരു കംപ്ലീറ്റ് ഏരിയ, അതായത് ഇംപ്ലൈഡ് കണ്ടീഷൻസിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, എല്ലാത്തിനെയും പറ്റി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തോളാം ഫോർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതിൽ ഒരെണ്ണമാണ് അവർ ഇട്ടേക്കുന്നത്. What are the implied condition in a contract of sale by sample under the Sale of Goods Act? Also state the implied warranties operative under the Act. So ഇവിടെ implied conditions ചോദിച്ചിട്ടുണ്ട്, implied warranty ചോദിച്ചിട്ടുണ്ട്. നോക്കാം. Sale by sample. Section 17 ആണ്. In a contract of sale by sample, there is an implied condition that the bulk shall correspond with the sample in quality. എന്ത് ബൾക്ക് ആണോ അവര് നമ്മൾക്ക് വിൽക്കുന്നത്, നമ്മളെ കാണിച്ചൊരു സാമ്പിൾ ഉണ്ടാവുമല്ലോ, അതും ഈ പറയുന്ന നമ്മൾക്ക് വിൽക്കുന്ന ബൾക്കും തമ്മിൽ ഒരു മാച്ച് ഉണ്ടായിരിക്കണം, കറസ്പോണ്ട് ചെയ്യണം. Buyer shall have a reasonable opportunity of comparing the bulk with the sample. നമുക്ക് തന്നേക്കുന്ന സാമ്പിളും നമ്മളെ കാണിച്ച സാമ്പിളും എനിക്ക് തരുന്ന ബൾക്കും, ഞാനാണ് ബയർ എന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്ന ബൾക്കും എനിക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി തന്ന് എനിക്കത് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് എന്നെ കാണിച്ച സാമ്പിൾ പോലത്തെ ഒരു സംഭവം തന്നെയാണോ എനിക്ക്
വിൽക്കുന്നത്. ദ ഗുഡ്സ് ഷാൽ ബി ഫ്രീ ഫ്രം എനി ഡിഫെക്ട് റെൻഡറിങ് ദം അൺവർക്കറ്റബിൾ. അത് എനിക്ക് വിൽക്കുന്ന ഗുഡ്സ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡിഫെക്ട്. അത് എൻ്റെ ഡിഫെക്റ്റ് ഉള്ള സാധനമാണ്, അത് എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്കത് വിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് എനിക്ക് വിൽക്കാൻ പാടില്ല. which would not be apparent on reasonable examination of the sample. This condition is applicable only with regards to defects which could not be discovered by an ordinary examination of the goods. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ഡിഫെക്ട് അല്ലെങ്കിൽ ലാറ്റൻ ഡിഫെക്ട്, ദ ഡിഫെക്ട്സ് ദാറ്റ് ആർ ലാറ്റൻ. അതായത് ഇപ്പൊ എനിക്ക് ഒരു ഡിഫെക്ട് ഉണ്ടെങ്കിൽ ആ ഡിഫെക്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണം. അത് ഡിഫെക്ട് എൻ്റെ അടുത്ത് പറയാതെ അല്ലെങ്കിൽ ഒരു ഹിഡൻ ഡിഫെക്ട് ഉണ്ട് എനിക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ചെയ്ത് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഡിഫെക്ട് എൻ്റെ അടുത്ത് പറയണം, ഇന്ന ഡിഫെക്ട് ഉണ്ട്. നമുക്കിപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാൻ എക്സാമിൻ ചെയ്തു, എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ സെല്ലറിന് അറിയാം അതിനകത്തൊരു ഹിഡൻ ഡിഫെക്ട് ഉണ്ട്, സെല്ലർ അത് എന്നോട് പറയണം എന്നാണ് പറയുന്നത്. സെയിൽ ബൈ സാമ്പിളിന്റെ സമയത്ത് എപ്പോഴും ഓർത്തോണം ബൾക്കും സാമ്പിളും കറസ്പോണ്ട് ചെയ്യണം. എനിക്ക് ഒരു ബയർ ആയിട്ടുള്ള ആൾക്ക്, ഞാനാണ് എക്സാമ്പിൾ ബയർ, സോ ബയർ റീസണബിൾ ഓപ്പർച്യൂണിറ്റി എക്സാമിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം ദ ബൾക്ക് ആസ് വെൽ ആസ് ഈ സാമ്പിൾ. എന്നിട്ട് ഓർത്തോണം എന്തെങ്കിലും ഹിഡൻ നമ്മുടെ ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കണം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം ഡിഫെക്ട്. പിന്നെ ഇംപ്ലൈഡ് വാറന്റിയെ പറ്റി പറയാം. ദ ഫോളോയിങ് ആർ ദ ഇംപ്ലൈഡ് വാറന്റി ഓപ്പറേറ്റീവ് അണ്ടർ ദി ആക്ട്. വാറന്റി ആസ് ടു അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. എടാ ഞാനായിട്ടുള്ള ഒരു ബയറിന് സെല്ലർ, അതായത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഗുഡ്സ് വിൽക്കുകയാണ്. മിസ്റ്റർ എക്സ് ഇസ് സെല്ലർ, ഐ എം ദ ബയർ. എനിക്ക് ആ ഗുഡ്സിന്റെ പൊസഷൻ കിട്ടുമ്പം ആ പൊസഷൻ അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. നാളെ ഒരാൾ വന്നിട്ട് എന്നോട് പറയരുത് നിന്റെയിലിരിക്കുന്ന ധന്യയുടെ ഇരിക്കുന്ന ഗുഡ്സ് ധന്യയുടെ ഗുഡ്സ് അല്ല, അത് എന്റെ ഗുഡ്സ് ആണ്. നിനക്ക് വിറ്റ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾ വിറ്റില്ലേ, അത് അയാളുടെ ഗുഡ്സ് അല്ല, അയാൾ എന്റെ അടുത്തുനിന്ന് സ്റ്റോളൻ ആയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പൊസഷൻ ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല. അതായത് സെല്ലറിന് അവകാശപ്പെട്ട ഗുഡ്സ് മാത്രമേ എനിക്ക് വിൽക്കാൻ പാടുള്ളൂ. അൾട്ടിമേറ്റ്ലി എന്റെ പൊസഷൻ, എന്റെ കയ്യിൽ ആ ഗുഡ്സ് ഇരിക്കുമ്പോൾ വേറൊരാൾ വന്ന് എന്നോട് പറയരുത് ധന്യ ആ ഗുഡ്സ് ശരിക്കും ധന്യക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് ആ ഗുഡ്സ് മിസ്റ്റർ എക്സ് ധന്യക്ക് വിറ്റില്ല, അത് മിസ്റ്റർ എക്സിന്റെ അല്ല, അത് എന്റെ ഗുഡ്സ് ആണെന്ന് പറഞ്ഞാൽ വേറൊരാൾ വന്ന് അവസാനം ക്ലെയിം ചെയ്യരുത്. അതാണ് അൺഡിസ്റ്റർബ്ഡ് പൊസിഷൻ. An implied warranty that the buyer shall have and enjoy quiet possession of the goods. മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റണം. That is to say, if the buyer having got possession of the goods is later on disturbed in his possession, he is entitled to sue the seller for the breach of the warranty. Later on, Mr. Ram എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് പറയാം, ധന്യക്ക് മിസ്റ്റർ എക്സ് ഗുഡ്സ് വിറ്റില്ലേ, അത് ധന്യക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ പൊസഷൻ ഒന്നും പറ്റില്ല, ഓണർഷിപ്പ് പൊസഷൻ ഒന്നും പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഗുഡ്സ് ബിലോങ് ടു മീ എന്ന് മിസ്റ്റർ റാം പറയുവാണെങ്കിൽ എനിക്ക് വന്ന നഷ്ടം എനിക്ക് ആർത്തുനിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മിസ്റ്റർ എക്സ് എന്ന ബയർ, എനിക്ക് വിറ്റ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ബയറിനടുത്തുനിന്ന് എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. സോ അതൊരു വാറന്റിയാണ്, ഇംപ്ലൈഡ് വാറന്റിയാണ്. എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ്. ഇംപ്ലൈഡ് കണ്ടീഷൻ, ഇംപ്ലൈഡ് വാറന്റി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പ്രസ്ലി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്. സോ എനിക്കൊരു ഗുഡ്സ് വിൽക്കുമ്പോൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് വിൽക്കുമ്പോൾ എനിക്കൊരു വാറന്റി കിട്ടുവാണ്, എനിക്ക് കിട്ടുന്ന ഗുഡ്സിന്റെ പൊസഷൻ എനിക്ക് വെക്കാം, അതായത് ദാറ്റ് വിൽ നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്. നാളെ ഒരാൾ വന്ന പൊസഷൻ ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ മേക്ക് the seller liable for any loss incurred for this undisturbed possession. Second one, warranty as to non-extenses of അൺഎൻകംബറൻസസ്. എടാ ചാർജ് അൺഎൻകംബറൻസ് ഒക്കെ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന, ഞാൻ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഗുഡ്സ് വിൽക്കുവാണ്, ഈ പറയുന്ന ഗുഡ്സ് ഓൾറെഡി മോർഗേജ് ആണ്, പണയം വെച്ചേക്കുന്ന ഗുഡ്സ് ആണ്, ഇത് എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ എൻകംബറൻസസ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ചാർജ് എന്ന് പറയും, ഒരേ അർത്ഥമാണ്. അതായത് മോർഗേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഇപ്പൊ വേറൊരാൾക്കല്ലേ അവകാശം. മിസ്റ്റർ എക്സ് എനിക്ക് ഗുഡ്സ് വിൽക്കുന്നു, ഈ ഗുഡ്സ് ഓൾറെഡി ബാങ്കിൽ പണയം വെച്ചതാ, ജസ്റ്റ് പൊസഷൻ മാത്രമേ അയാളുടെ കയ്യിൽ കൊടുത്തുള്ളൂ. ബാങ്ക് തൽക്കാലം മിസ്റ്റർ എക്സിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ബാങ്കിന്റെ പണയം വെച്ച സാധനം എങ്ങനെയാണ് മിസ്റ്റർ എക്സിന്റെ ഇപ്പൊ വരും. അപ്പൊ ബാങ്ക് ചിലപ്പോൾ പറയും, നമ്മൾ പല പ്രൊവിഷൻസും പഠിച്ചിട്ടുണ്ട്, ബാങ്ക് പറയാണ് താനിപ്പോ കയ്യിൽ വെച്ചോ, നമ്മൾ ചോദിക്കുമ്പോൾ തന്നാൽ മതി. ചിലപ്പോൾ അതിന്റെ പെർമിഷൻ എടുത്തിട്ടുണ്ടാവും മിസ്റ്റർ എക്സ്, എന്നിട്ട് ബാങ്കിനെയും പറ്റിച്ചിട്ട് എനിക്ക് ആ പറയുന്ന ഗുഡ്സ് വിൽക്കുവാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇല്ല. സോ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ബയർ എന്ന് പറയുന്ന ഒരാൾ, സെല്ലർ എന്ന് പറയുന്ന ഒരാൾ ഗുഡ്സ് വിൽക്കണ സമയത്ത് അവിടെ ദാറ്റ് ഗുഡ് ഷുഡ് ബി ഫ്രീ ഫ്രം എൻകംബറൻസസ്, എനി ചാർജ്. വേറൊരു സ്ഥലത്ത് പണയം വെച്ച ഗുഡ്സോ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത ഗുഡ്സോ വേറൊരാൾക്ക് അത് വിൽക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ആ പൈസ കൊടുത്തു തീർക്ക്, ബാങ്കിന്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് അതിന് ബാങ്ക് ഈടായിട്ട് മേടിച്ചു വെച്ചേക്കുമായിരിക്കൂലേ. അപ്പൊ മിസ്റ്റർ ഇത്രേ ലോ ഉദ്ദേശിക്കുന്നുള്ളൂ, മിസ്റ്റർ എക്സെ നീ ആ പൈസ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് നീ നിന്റെ ആ ഗുഡ്സ് നിന്റെ സ്വന്തമാക്കുക, എന്നിട്ട് നീ വേറൊരാൾക്ക് വിറ്റു. അതല്ലാതെ സെല്ലർ ബയറിന് ഒരു ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അതിനകത്ത് ഓൾറെഡി എൻകംബറൻസസ് ഉണ്ട്, ചാർജ് ക്രിയേറ്റഡ് ആണ്, അതായത് ഒരു മോർഗേജോ ചാർജ് അല്ല എൻകംബറൻസ് ഒക്കെ പറയുന്ന ഒരു മോർഗേജ്, അതിന്റെ മുകളിൽ അവകാശം വേറൊരാൾക്ക് ഉണ്ടെങ്കിൽ ആ പറയുന്ന ഗുഡ്സ് വിൽക്കുന്നത് പറ്റിക്കുന്നതിന് തുല്യമാണ്. So an implied warranty that the goods shall be free from any encumbrances or charge in favor of any third party not declared or known to the buyer before at the time the contract is entered into. ഒരിക്കലും അങ്ങനെ എൻകംബറൻസ് ഉണ്ട്, ചാർജ് ഉണ്ട്, സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തേക്കുന്ന ഗുഡ്സ് ഒന്നും വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല.
warranty as to quality or fitness by usage of trade. അടുത്തത് an implied warranty as to quality or fitness for a particular purpose may be annexed or attached by the usage of trade. അതായത് ഇപ്പം ഞാൻ ഒരു ഷോപ്പിൽ ചെന്നിട്ട് പറയാണ് എനിക്കൊരു മെഷീനറി വേണം, ഹെവി യൂസ് ആണ് ആ പറയുന്ന മെഷീനറി കൊണ്ടുള്ളത്, എനിക്കൊരു പർപ്പസ് ഉണ്ട്. ഞാൻ ആ പർപ്പസ് വളരെ വ്യക്തമായിട്ട് പറയുമ്പം എനിക്ക് വേണ്ട, അതായത് ഹെവി പർപ്പസിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഒറ്റ യൂസിന് തന്നെ അത് ആ മെഷീനറി കേടായി പോകാൻ പാടില്ല. സോ ആ പറയുന്ന പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനത്തെ ഗുഡ്സ് മാത്രമേ എനിക്ക് വിൽക്കാൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ക്ലോഷർ ഓഫ്, ഇവിടെ ജസ്റ്റ് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറഞ്ഞ നമ്മുടെ ക്യുവേറ്റ് ടെംപ്ചറിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. Disclosure of dangerous nature of goods. When the goods are of dangerous in nature and the buyer is ignorant of the danger, ആ സെല്ലർ വിൽക്കുന്ന ഗുഡ്സിനകത്ത് ഒരു ഡേഞ്ചർ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഞാനായിട്ടുള്ള ബയർ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല എന്നുണ്ടെങ്കിൽ സെല്ലർ എപ്പോഴും ബയറിനോട് ആ പറയുന്ന ഡേഞ്ചറിനെ പറ്റി വോൺ ചെയ്തിരിക്കണം. If there is a breach of warranty, the seller may be liable for damages. എന്നോട് ആ ഡേഞ്ചറസ് നേച്ചറിനെ പറ്റി പറഞ്ഞിട്ടില്ല, അത് കാരണം എനിക്കൊരു ഇഞ്ചുറി സംഭവിച്ചു, ഒരു ഡാമേജ് സംഭവിച്ചാൽ എനിക്ക് ആരെ ലയബിൾ ആക്കാം? സെല്ലറിനെ ലയബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ഓർത്തോണം. ആ ഇംപ്ലൈഡ് കണ്ടീഷൻ, ഇംപ്ലൈഡ് വാറന്റി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഐ കനോട്ട് സേ സെയിൽ ബൈ സാമ്പിൾ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ കനോട്ട് സേ ദാറ്റ്. ആ പറയുന്ന ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമായിട്ട് അവർക്ക് എടുത്തു വയ്ക്കാം, കുറേ തവണയായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ. ഇറ്റ്സ് യൂണിറ്റ് 2 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shubhangi went to a jewelry shop and asked the sales girl to show her a diamond necklace with sapphire stones. The jeweler told her that we have a lot of designs of diamond necklace but with blue stones. അപ്പോൾ ജുവലറിന്റെ അടുത്ത് പോകുന്നു, അപ്പോൾ കുറെ ഡയമണ്ട് ഇതുണ്ട്, പക്ഷെ ബ്ലൂ സ്റ്റോൺസ് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇഫ് ഷി ചൂസസ് ഫോർ ഹെർസെൽഫ് എനി സ്പെഷ്യൽ ഡിസൈൻ ഓഫ് ഡയമണ്ട് നെക്ലേസ് വിത്ത് ബ്ലൂ സ്റ്റോൺസ്, ദേ വിൽ റീപ്ലേസ് ദ ബ്ലൂ സ്റ്റോൺസ് വിത്ത് സഫയർ സ്റ്റോൺസ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, നമ്മൾ സഫയർ സ്റ്റോൺസ് ഇട്ടിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരാം. ബട്ട് ഫോർ ദ സഫയർ സ്റ്റോൺസ് ദേ വിൽ ചാർജ് സം എക്സ്ട്രാ കോസ്റ്റ്. ശുഭാംഗി സെലക്ടഡ് എ ബ്യൂട്ടിഫുൾ ഡിസൈനർ നെക്ലേസ് ആൻഡ് പെയ്ഡ് ഫോർ ഇറ്റ്. സോ ഈ ഇങ്ങനെ ചെയ്ത് അവർ എക്സ്ട്രാ സഫയർ വെക്കുന്നുണ്ട്, നമ്മൾ എക്സ്ട്രാ പൈസ കുറച്ച് ചാർജ് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു. അവരിൽ ബ്ലൂ സ്റ്റോൺസേ ഉള്ളൂ, നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ സഫയർ വെച്ച് തരാം, നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ, ആ ബ്ലൂ മാറ്റി നമ്മൾ എന്ത് ചെയ്ത് വെച്ച് തരാം? സഫയർ വെച്ച് തരാം. സോ ആ മിസ് ശുഭാംഗി അത് സെലക്ട് ചെയ്തു. She also paid extra cost for the sapphire stones. Extra cost പുള്ളിക്കാരി bear ചെയ്തു. The jeweler requested her to come back a week later for the delivery of that necklace. ഒരാഴ്ച കഴിഞ്ഞ് വരൂ. When she came after a week to take delivery of necklace, she noticed that due to sapphire stones, the design of the necklace had been completely disturbed. ഈ പറഞ്ഞ നെക്ലേസിന്റെ കംപ്ലീറ്റ് ഡിസൈൻ തന്നെ മാറി. അതായത് ബ്ലൂ സ്റ്റോൺസ് വെച്ചതുപോലെ അല്ല സഫയർ സ്റ്റോൺസ് വെച്ചപ്പോൾ. Now she wants to terminate the contract and thus asked the manager to give her money back, but he denied for the same. അപ്പോൾ പുള്ളിക്കാരി പൈസ തിരിച്ചു ചോദിക്കുന്നു, മാനേജർ പറയാണ് നടക്കില്ല. Answer the following questions as per the Sale of Goods Act. State with reasons whether Shubhangi can recover the amount from the jeweler. ജുവലറിന്റെ അടുത്തുനിന്ന് പൈസ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? നെക്സ്റ്റ് വൺ, what would be your answer if jeweler says that he can change the design but he will charge extra cost for the sale? ഇപ്പൊ ജുവലർ പറയാണ് ഓക്കെ ഞാനത് മാറ്റി തരാം, പക്ഷെ ഞാൻ അതിന് വേണ്ടി എക്സ്ട്രാ കോസ്റ്റ് ബെയർ ചെയ്യും. ഇതേ ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. Now let us start. As per the provisions of Sale of Goods Act, where under a contract of sale, property in the goods is transferred from the seller to the buyer, the contract is called a sale. ഇനി മറന്നുപോയ ആൾക്കാർ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം ഓണർഷിപ്പ് എന്നാണ്. ജനറൽ പ്രോപ്പർട്ടി ഉണ്ട്, സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. ക്വിക്ലി ഓർത്തെടുത്തേച്ചാൽ മതി. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ആണ്. ജനറൽ പ്രോപ്പർട്ടി എന്നും പറയും, പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്നും പറയും. സോ ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് കൈമാറുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഓണർഷിപ്പ് കൈമാറാൻ പറ്റണം, അപ്പൊ മാത്രമേ അവിടെ സെയിൽ വന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. But where the transfer of property in the goods is to take place at a future date or subject to some condition, ഫ്യൂച്ചർ ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ആ പറയുന്ന ഗുഡ്സിന്റെ പ്രോപ്പർട്ടി പാസ് ഓൺ ആകാൻ പോകുന്നത്, അല്ലെ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തതിന് ശേഷമാകാം. ദാറ്റ് ഇസ് കോൾഡ് എഗ്രിമെന്റ് ടു സെൽ ആസ് പെർ സെക്ഷൻ 4. അതായത് എപ്പോഴാണോ ഓണർഷിപ്പ് നമുക്ക് കൈമാറാൻ പറ്റുന്നത് അപ്പൊ സെയിൽ എന്ന് പറയും. സോ ഭാവിയിലാണ് കൈമാറാൻ പറ്റുള്ളൂ, അല്ലെ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തതിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് കോൺട്രാക്ട് സെയിൽ എന്ന് പറയാൻ പറ്റില്ല, എഗ്രിമെന്റ് സെൽ എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ എഗ്രിമെന്റ് സെൽ എപ്പോൾ സെയിലായി മാറിയേക്കാം? എഗ്രിമെന്റ് സെൽ ബിക്കംസ് എ സെയിൽ വെൻ ദ ടൈം ഇലാപ്സസ്. ഒരു പീരീഡ് പറഞ്ഞു, 7 days, 1 month, 3 months, 1 year, അങ്ങനെ ഒരു പീരീഡ് പറഞ്ഞു. ആ പീരീഡ് കഴിയുമ്പോൾ എഗ്രിമെന്റ് സെല്ല് കോൺട്രാക്ട് ആയി മാറും. അല്ലെങ്കിൽ കണ്ടീഷൻസ് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽഡ് ആയി കഴിയുമ്പോൾ സബ്ജക്ട് ടു
which the property in goods is to be transferred. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ആയതിനു ശേഷമേ ഓണർഷിപ്പ് വരത്തുള്ളൂ എങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷമേ എഗ്രിമെന്റ് സെൽ എന്തായി മാറത്തുള്ളൂ, കോൺട്രാക്ട് ആയി മാറത്തുള്ളൂ. സോ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം എലാപ്സ് ആവണം, കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓണർഷിപ്പ് കൈമാറാൻ പറ്റുന്ന ആ സ്റ്റേറ്റിലോട്ട് എത്തത്തുള്ളൂ. സോ ഓൺ ദ ബേസിസ് ഓഫ് എബവ് പ്രൊവിഷൻസ് ആൻഡ് ഫാക്ട്സ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഇവിടെ ഒരു കോൺട്രാക്ട് അല്ലായിരുന്നു, അവിടെ ഒരു എഗ്രിമെന്റ് സെല്ലായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്നത് ബ്ലൂ സ്റ്റോൺസ് ആയിരുന്നു. ജുവലർ പറയുവാണ് ഈ ബ്ലൂ സ്റ്റോൺസ് മാറ്റി ഞാൻ സഫയർ സ്റ്റോൺസ് വെച്ച് തരാം, ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തോളൂ. അവിടെ കണ്ടീഷൻ ഉണ്ട്, ബ്ലൂ സ്റ്റോൺ മാറ്റി അവിടെ സഫയർ സ്റ്റോൺ വെക്കണം. എന്നിട്ട് ഒരാഴ്ച സമയവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശുഭാംഗി ആൻഡ് ജ്വല്ലറി, അപ്പൊ അതൊരു സെയിൽ അല്ല, പേയ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം ബ്ലൂ സ്റ്റോൺ മാറ്റി സഫയർ ചെയ്തതിന് മാത്രമേ അവിടെ ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലോട്ട് എത്തുന്നുള്ളൂ. As due to the sapphire stones, the original design is disturbed. Original design തന്നെ disturbed ആയി പോയി, ബ്ലൂ മാറ്റി സഫയർ ആക്കിയപ്പോൾ. Necklace is not in the original position, hence Shubhangi has a right to avoid the agreement to sell and can recover the price paid. ആ പറയുന്ന നമുക്ക് പ്രോപ്പർട്ടി പാസ് ഓൺ ആകുന്ന ഒരു സ്റ്റേറ്റിലോട്ട് എത്തിയിട്ടില്ല, കണ്ടീഷൻസ് ഫുൾഫിൽ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്നിട്ടില്ല, കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാം, പ്രൈസ് റീഫണ്ട് ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റും. If the jeweler offers to bring the necklace in the original position by repairing, he cannot charge an extra cost from Shubhangi even though he has to bear some expenses for repair. എക്സ്ട്രാ പൈസ ബെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും അയാൾക്ക് എക്സ്ട്രാ കോസ്റ്റ് അടുത്തുനിന്ന് മേടിച്ചെടുക്കാൻ പറ്റില്ല, കസ്റ്റമറിന്റെ അടുത്തുനിന്ന് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവിടെ ഒരു കോൺട്രാക്ട് വന്നിട്ടില്ലായിരുന്നു, അയാൾ പറഞ്ഞ കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ചെയ്തില്ല. സോ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ട് പുള്ളിക്കാരി ടേക്കപ്പ് ചെയ്യാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്രീച്ച് നടന്നു എന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല, അയാളുടെ കണ്ടീഷൻ തന്നെ അയാൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അവരൊരു കോൺട്രാക്ട് ഇല്ല, എഗ്രിമെന്റ് ടു സെൽ ആണ്. സോ അയാൾക്ക് എക്സ്ട്രാ കോസ്റ്റ് റിപ്പയറിംഗ് വന്നാൽ പോലും ആ എക്സ്ട്രാ കോസ്റ്റ് അയാൾക്ക് കസ്റ്റമറിന്റെ അടുത്തുനിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ വേർബിൽ കിടക്കുന്നത്. Now, next one. J. A wholesaler of premium basmati rice delivered on approval 100 bags of rice of 10 kg each to a local retailer. So J ഒരു wholesaler ആണ്, പ്രീമിയം ബസ്മതി റൈസ് ആണ് വെക്കുന്നത്, ഡെലിവേർഡ് ഓൺ അപ്രൂവൽ ബേസിസ് ആണ്, 100 bags of rice ആണ്, 10 kg ഓഫ് 10 kg ആണ് ഓരോ ബാഗ്സിന്റെ മറ്റേ വെയിറ്റ് എന്ന് പറയുന്നത് 10 kg ആണ്. അത് ലോക്കൽ റീറ്റെയിലറിന് കൊടുക്കുകയാണ് ഓൺ സെയിൽ ഓർ റിട്ടേണബിൾ ബേസിസ്. സോ വിറ്റേക്കുന്ന സെയിൽ റിട്ടേണബിൾ ബേസിസ് ആണ് വിത്തിൻ എ മന്ത് ഓഫ് ഡെലിവറി. ഒരു മന്ത് ഓഫ് ഡെലിവറിക്കുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരാം. ദ നെക്സ്റ്റ് ഡേ ദ റീറ്റെയിലർ സോൾഡ് 5 bags of rice to a regular customer K. A week later, K informed the retailer that the quality of the rice was not as per the price. ആ ക്വാളിറ്റി അത്ര പോരാ, പ്രൈസിന് അത്ര വർത്ത് അല്ല എന്ന് ആ കസ്റ്റമർ പറയുകയാണ്. The retailer now wants to return all the rice bags to J. ആ ഹോൾസെയിലിന് മൊത്തം സംഭവം തിരിച്ചു കൊടുക്കണം, ഇൻക്ലൂഡിംഗ് the 4 bags not used by the K. So ആ K കസ്റ്റമർ യൂസ് ചെയ്യാത്തതും കൂടെ റിട്ടേൺ ചെയ്യണം. Can the retailer do so? Also briefly explain the provisions underlying in this context of the Sale of Goods Act. ഈ സെയിൽ ഓർ റിട്ടേണബിൾ ബേസിസ് again you can mark it as important. ഇതും ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 24 ഓഫ് സൗകയാണ് ഇവിടെ വരുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 24 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇൻ കേസ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ബേസിസ്, ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഓണർഷിപ്പ് പാസ് ഓൺ ആകുന്നത് ഫ്രം ദ സെല്ലർ ടു ദ ബയർ when the person to whom the goods are given either accepts them or does an act which implies adopting the transaction. So ഈ അപ്രൂവൽ ബേസിസ് വെക്കുമ്പോൾ സെല്ലറിന്റെ അടുത്തുനിന്ന് ബയറിന്റെ അടുത്തോട്ട് പ്രോപ്പർട്ടി പാസ് ഓൺ ആയി കാണണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ബയർ ആ പറയുന്ന ഗുഡിനെ അക്സെപ്റ്റ് ചെയ്യണം, മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം, implying adopting the transaction, do something that he is adopting the transaction. അതെന്താന്ന് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. When the person to him the goods are given retain the goods without giving his approval or giving notice of rejection beyond the time fixed for the return of goods, and in case no time is fixed after the lapse of reasonable time. അതായത് ഒന്നെങ്കിൽ അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത പോലെ കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കണം അയാൾ അത് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാണ്. രണ്ടാമത്തെ കേസിലും അയാൾ പ്രത്യേകിച്ച് അക്സെപ്റ്റ് ചെയ്ത പോലെ ഒന്നും പറയുന്നുമില്ല, ഒരു ഇൻഡിക്കേഷനും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 മാസത്തെ ടൈം, ഈ ക്വസ്റ്റൻ ആണെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ ചെയ്യണം. അങ്ങനെയല്ലേ ക്വസ്റ്റന്റെ തുടക്കത്തിൽ പറഞ്ഞേക്കുന്നത്, കണ്ടോ? യു ക്യാൻ സീ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ദേ സേയിങ് വിതിൻ എ മന്ത്. സോ ടൈം അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ലേ, കണ്ടോ? ആ മന്ത് ഒന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ ഒന്നെങ്കിൽ നിങ്ങൾ അത് ബയർ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെ ഡു സംതിങ് ഇംപ്ലൈ സംതിങ് ദറ്റ് യു ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. ഇനി അത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നോട്ടീസ് റിജക്ഷൻ നോട്ടീസും കൊടുക്കുന്നില്ല കേട്ടോ, എനിക്ക് വേണ്ടാന്നുള്ള നോട്ടീസും കൊടുക്കുന്നില്ല, എന്നിട്ട് ഈ ടൈം കഴിഞ്ഞിട്ടും ഇത് കയ്യിൽ റീറ്റെയിൻ ചെയ്തുകൊണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്.
1 month ആണ് നമ്മുടെ ടൈം എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാണ്. സോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തോ, ബയർ അക്സെപ്റ്റ് ചെയ്തോലെ സെല്ലറിനോട് പറയുന്നു, അല്ലെങ്കിൽ ഇംപ്ലൈങ് ദാറ്റ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു ആദ്യത്തെ കേസിൽ ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടൈമിലേക്കാണ് കൊടുത്തത്, റിജക്ട് ചെയ്തെന്നും പറയുന്നില്ല, ടൈം കഴിഞ്ഞതിന് ശേഷവും അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് വെക്കുകയാണ്. ആ കേസിലും അത് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമായിട്ടേ കാണത്തുള്ളൂ. ഇനി ടൈം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈമാണ്. നമുക്ക് റീസണബിൾ ടൈം പറയാൻ പറ്റില്ല, സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഈ ഗിവൺ കേസിൽ ഈ കഥയാണ് മൊത്തം പറയുന്നത്. മറ്റേ 100 ബാഗ് കൊടുക്കുന്നു, ഒരു ബാഗിനകത്ത് 10 kg, മൊത്തം കഥ. വീക്ക് ലേറ്റർ ലോക്കൽ റീറ്റെയിലർ ഡിഫക്റ്റിന്റെ കാര്യം കെ എന്ന് പറയുന്ന ഒരു സെല്ലറിന്റെ അടുത്ത് എന്ന് പറയുന്നത്, അതെല്ലാം സെയിം ഫുൾ അനാലിസിസ് ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇപ്പൊ ക്വസ്റ്റൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തല്ലേ അത്. അക്കോർഡിംഗ് ടു ദ അബവ് പ്രൊവിഷൻ, ദ ലോക്കൽ റീറ്റെയിലർ ഇസ് എൻടൈറ്റിൽഡ് ടു റിട്ടേൺ ഓൺലി 95 bags to the seller and not those 4 bags which are not used by the K. ഇനി I'll relate to what I said. I'll give you an example. തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ when the person to whom the goods are given, അതായത് ബയർ എന്ന് പറയുന്ന അയാള് either accepts, ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് വാ തുറന്ന് പറയുക, എക്സ്പ്രസ്ലി പറയുക, അല്ലെങ്കിൽ does an act which implies adopting the transaction, അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാണ്. എടാ വേറൊരു കസ്റ്റമറിന് മറിച്ച് വിറ്റില്ലേ അയാള്, അപ്പൊ മറിച്ച് വിൽക്കുമ്പോൾ അത് അയാൾ അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമല്ലേ? ഒരു ഹോൾസെയിലർ ഒരു റീറ്റെയിലറിന് കൊടുക്കുന്നു, റീറ്റെയിലർ കെ എന്ന് പറഞ്ഞൊരു കസ്റ്റമറിന് അത് മറിച്ച് വിൽക്കുന്നു. ആ മറിച്ച് വിൽക്കുമ്പോൾ അയാൾ ബയറിനത് കൊടുക്കുമ്പോൾ ബയർ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ എന്ന് ഒരു മാസം കൂടി പറയും. അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത പോലെ അയാൾ ഒരു കാര്യം ചെയ്യും, അയാൾ വേറൊരാൾക്ക് മറിച്ച് വെക്കുമ്പോൾ അയാളുടെ സ്വന്തം ഗുഡ്സ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ സ്വന്തം ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ അയാൾ അത് മറിച്ച് വിറ്റത്. അപ്പൊ കെ എന്ന് പറഞ്ഞൊരു കസ്റ്റമറിന് വിറ്റത്. സോ കസ്റ്റമറിന് വിറ്റ ഗുഡ്സ് അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കസ്റ്റമറിന് വിൽക്കാത്ത ഗുഡ്സ് അയാളുടെ കയ്യിലില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 month അയാൾക്ക് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. Now, let us continue. Can only return 95 bags and not those 4 bags which are not used by K, because as per the clause, the local retailer has already sold 5 bags, signifying that has done an act which implies adopting the transactions relating to those 5 bags. അതായത് ആ 5 ബാഗ് വേറൊരു കസ്റ്റമറിനെ റീറ്റെയിലർ മറിച്ച് വെക്കുമ്പോൾ he is implying that he has accepted that 5 bags. ആ 5 ബാഗ് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമായിട്ടാണ് അയാൾ അതിനെ കാണുന്നത്. സോ ബാക്കി വിൽക്കാത്തൊരു പോർഷൻ ഇല്ലേ, ആ 95, അത് അയാൾക്ക് റിട്ടേൺ ചെയ്യാം. കസ്റ്റമറിന് വിറ്റത് അയാൾക്ക് തിരിച്ച് അപ്രൂവൽ ആണെങ്കിൽ പോലും അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സെയിം ടൈപ്പാണ് ഞാൻ പറഞ്ഞത്, കുറെ തവണ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Let us continue. Mrs. Kanjan went to the local rice and wheat wholesale shop and asked for 100 kgs of basmati rice. 100 kgs of basmati rice മേടിച്ചു. The shopkeeper quoted the price of the same as 125 per kg, to which she agreed. Mrs. Kanjan insisted that she would like to see the sample of what would be provided to her by the shopkeeper before she agreed upon such purchase. A purchase agree ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സാമ്പിൾ കാണുമെന്ന കസ്റ്റമർ പറയാം. Shopkeeper showed a bowl of rice as sample. The sample exactly corresponded to the entire sample. നോട്ടും എക്സാക്ട്ലി അതുപോലെ ഇരുന്നു. തൊട്ട് മുന്നേ തിയറി വായിച്ച ഓർമ്മയില്ലേ? Mrs. Kanjan examined the sample casually without noticing the fact that even though the sample was that of the basmati rice, but it contained a mix of long and short grains. Long and short grains mixed ആയിട്ടാണ് കിടന്നത്. The cook on opening the bags complained that the dish, if prepared with the rice, would not taste the same as the quality of rice was not as per the requirement of the dish. ഷെഫ് പറയാണ്, നിങ്ങൾ ഈ റൈസ് വെച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി അതുപോലെ ഉണ്ടാവില്ല, കാരണം ഇതിനകത്ത് ഒരു മിക്സ് സംഭവിച്ചിട്ടുണ്ട്. ലോങ് റൈസും ഷോർട്ട് റൈസും ഇതിനകത്ത് മിക്സ്ഡ് ആയിട്ടുണ്ട് ഗ്രെയിൻസ്. Now Mrs. Kanjan wants to file a suit of fraud against the seller, alleging him of selling a mix of good and cheap quality rice. എനിക്ക് ഗുഡ് ആൻഡ് ചീപ്പ് ക്വാളിറ്റി റൈസ് വിറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം. Will she be successful? What would be your answer? അപ്പൊ എടാ ഇതിനകത്ത് 2 പാർട്ടുണ്ട് ക്വസ്റ്റന്. Will she be successful? ഇതൊരു പാർട്ടാണ്. What would be your answer in case Mrs. Kanjan specified her exact requirement as to the length of rice? വളരെ വ്യക്തമായിട്ട് ലെങ്ത് ഓഫ് റൈസിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? Let us start. As per the provisions of section 17 of SOGA, a contract of sale by sample. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ആ ഇംപ്ലൈഡ് കണ്ടീഷനിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അവർ എപ്പോഴും കേസ് ബേസ്ഡ് ചോദിക്കുന്നു. There is an implied condition that നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷൻ, സാമ്പിളും ബൾക്കും കറസ്പോണ്ട് ചെയ്യണം, റീസണബിൾ ഓപ്പർച്യൂണിറ്റി എക്സാമിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം, എന്തെങ്കിലും ലാറ്റൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതും പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സെയിം സംഭവം. In the given case, in the light of the above provision, Mrs. Kanjan will not be successful as she casually examined the sample of rice
which exactly correspond to the entire lot without noticing the fact, even though the sample was that of basmati rice, but it contained a mix of long and short grain. പുള്ളിക്കാരിക്ക് സക്സസ്ഫുൾ ആകാൻ വേണ്ടി പറ്റില്ല, കാരണം അവൾക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് മിസസ് കാഞ്ചൻ സ്പെസിഫൈഡ് ഹർ എക്സാക്ട് റിക്വയർമെന്റ്, എടുത്തു പറയുകയാണ് എനിക്ക് ഏത് ലെങ്തിലാണ് വേണ്ടത് എന്ന് പറയുന്നു. ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്, ഗുഡ്സ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സോ, ദ സെല്ലർ വിൽ ബി ഹെഡ് ലൈബിൾ. ആ കേസിൽ ആൾക്ക് ആരെ ലൈബിൾ ആക്കാമായിരുന്നു? സെല്ലറിനെ ലൈബിൾ ആക്കാമായിരുന്നു. ഓക്കെ, സോ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Ravi sold 500 bags of wheat to Tushar. Each bag contains 50 kilograms of wheat. Ravi ആ പറയുന്ന 450 bags, 500 450 bags റോഡ് ട്രാൻസ്പോർട്ട് വഴി കൊടുത്തു. ബാക്കി തുഷാർ എടുത്തോണ്ട് പോയി. തുഷാറിന് ഡയറക്ട്ലി കൊടുത്തു 50 bags, ടോട്ടൽ 500 bagsലെ. Before Tushar receives delivery 450 bags sent by road transport, he becomes bankrupt. So, right of stoppage in transit എന്നുള്ള ഒരു ഏരിയ അപ്പൊ തന്നെ പറയണം, കാരണം ബയർ അവിടെ ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. നമ്മൾ ക്യാരിയറിന് കയ്യിൽ ഗുഡ്സ് കൊടുക്കുകയും ചെയ്തു. Ravi, being still unpaid, stops the bags in transit. The official receiver on Tushar's insolvency claims the bag. So, official receiver ആ പറയുന്ന ബാഗ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ അൺപെയ്ഡ് സെല്ലറിന് ഒരു കൊടുക്കുന്ന റൈറ്റ് ആണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. അതായത് കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബയർ ആ ഡെലിവറി നടക്കുന്നതിന് മുന്നേ തന്നെ ബാങ്ക്രപ്റ്റ് ആയി പോയി. ഗുഡ്സ് അയാൾ പാർട്ട് ചെയ്ത് ഇപ്പൊ ആരുടെ കയ്യിലിരിക്കുകയാണ് പൊസഷൻ? നമ്മുടെ കാരിയറിന്റെ കയ്യിലിരിക്കുവാണ്. പക്ഷെ ആ സമയത്താണ് ബയർ ഇൻസോൾവെന്റ് ആയി പോകുന്നതെന്നുണ്ടെങ്കിൽ കാരിയറിന് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ആ പറയുന്ന ഗുഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ പൊസഷൻ ആർക്ക് ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല, ബയർ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ കേസിൽ അയാളുടെ ഒഫീഷ്യൽ റിസീവറിന് അത് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആണ്. Subject to the provisions of this act, when the buyer of the goods becomes insolvent, the unpaid seller who has parted with the possession has a right of stopping them in transit. He may resume the possession of the goods as long as they are in the course of transit and may retain them until paid or tendered. ആ പറയുന്ന പൊസിഷൻ കാരിയറിനോട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് അയാൾക്ക് തന്നെ എടുക്കാം. അയാൾക്ക് ആ പൈസ തിരിച്ച് കിട്ടുന്നിടം വരെ, ആ പറയുന്ന ബയർ തിരിച്ചു കൊടുക്കുന്നിടം വരെ ആ പറയുന്ന ഗുഡ്സ് അയാൾ ഇനി ആർക്ക് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല, ബയറിന് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. When unpaid seller has parted with the goods to a carrier, the buyer has become insolvent, he can exercise his right. ഞാൻ പറഞ്ഞ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അയാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോയിട്ട് കാരിയറിന്റെ കയ്യിലായിരിക്കണം. ബയർ ഇൻസോൾവെന്റ് ആയി പോയി കാണും. എങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രൊവിഷൻ അടിയിൽ സെക്ഷൻ 50 പ്രകാരം റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റ് അയാൾക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Asking the carrier to return the goods back or not to deliver the goods to the buyer. In the given case, തുഷാർ ബയർ ഇൻസോൾവെന്റ് ആയിരുന്നു. 450 ഓൾറെഡി ട്രാൻസിറ്റിലായിരുന്നു, കാരിയറിന്റെ കയ്യിലായിരുന്നു. എങ്കിൽ രവി എന്ന് പറയുന്ന സെല്ലറിന് ആ പറയുന്ന കാരിയർ റോഡ് ട്രാൻസ്പോർട്ടിനോട് പറഞ്ഞിട്ട് ആ ട്രാൻസിറ്റിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒഫീഷ്യൽ റിസീവറിന് ഈ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ ആ ബാഗ്? ഇല്ല, കനോട്ട്. ഓക്കെ, നോ. Sale of Goods Act കഴിഞ്ഞു, Indian Contract Act കഴിഞ്ഞു, IRF കഴിഞ്ഞു. Now we are going to those easy acts. Indian Partnership Act. ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. വാട്ട് ഡു മീൻ ബൈ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ്? ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ചെയ്യുന്നു. ആ എക്സ്പയറി കഴിഞ്ഞ് കഴിയുമ്പോൾ, പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പറയുന്ന പാർട്ട്ണർഷിപ്പ് സീസസ് ടു എക്സിറ്റ്. ആ പാർട്ട്ണർഷിപ്പ് ഫിക്സഡ് പീരീഡ് കഴിഞ്ഞ് മുന്നോട്ട് പോകുവാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. So it is a partnership created for a particular period of time. Such a partnership comes to an end on the expiry of fixed period. Fixed period കഴിഞ്ഞ് മുന്നോട്ട് പോകുവാണെന്നുണ്ടെങ്കിൽ such a partnership is called partnership at will. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലൈനും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. If a fixed partnership continues even after the expiry of such period, such partnership is called partnership at will. പിന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എപ്പോഴാണ് പാർട്ട്ണർഷിപ്പിനകത്ത് റിവോക്ഡ് ആകുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം മാറുമ്പോൾ. According to section 38, a continuing guarantee given to a firm or to a third party in respect of the transaction in the absence of an agreement to the contrary. ഇതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിനകത്ത് റിവോക്ഡ് ആസ് എ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ഫ്രം ദ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡെത്ത് ആകാം, റിട്ടയർമെന്റ് ആകാം, അഡ്മിഷൻ ആകാം. ഒരു പുതിയ പാർട്ട്ണർ വരുന്നു, ഒരു പാർട്ട്ണർ മരിച്ചു പോകുന്നു, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോകുന്നു. ആ കേസുകളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആസ് ടു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ. എപ്പോഴാണോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേഞ്ച് വരുന്നത്, എപ്പോഴാണോ റിട്ടയർമെന്റ് സംഭവിക്കുന്നത്, ഡെത്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണർ സംഭവിക്കുന്നത്, ആ ഓൾ ഫ്യൂച്ചർ ട്രാൻസാക്ഷനിലേക്ക് പിന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ഡ് ആയി പോകും. അടുത്തത് ഗുഡ്വിൽ എന്ന് പറയുന്ന ടേം എന്താണ്? Goodwill has not been defined under the Indian Partnership Act. Section 14 of the Act lays down that goodwill of a business is to be treated as property of the firm. നമ്മൾ പ്രോപ്പർട്ടി എന്താണ്? പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക്, കോമൺ സ്റ്റോക്ക് എല്ലാം brought in by the partners. അതിനകത്ത് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നു. സോ ഗുഡ്വില്ലിനെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. അതായത് എക്സാമിന് പിള്ളേർ എഴുതും അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഗുഡ്വിൽ ഇസ് ഡിഫൈൻഡ് ആസ്. ഒന്ന് പോയി എഴുതരുത്. ഗുഡ്വിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. സെക്ഷൻ 14 പ്രകാരം പ്രോപ്പർട്ടിക്കകത്ത് ഗുഡ്വിൽ ഇൻക്ലൂഡഡ് ആണെന്ന് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്
പറയുന്നുണ്ട്. Goodwill may be defined as value of reputation of a business in respect of profit expected in the future over and above the normal level of profit earned by the undertaking. നമ്മൾ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു ഫേം ഏൺ ചെയ്യുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഇല്ലേ, അതിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയാം. സോ ഗുഡ്വിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. ഗുഡ്വിൽ പ്രോപ്പർട്ടിയുടെ ഭാഗമാണെന്ന് സെക്ഷൻ 14 നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ഒരു ഏരിയയും കഴിഞ്ഞു. അടുത്തത് പാർട്ട്ണർഷിപ്പിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. PQR formed a partnership agreement to operate motor buses along with the specific routes for a duration of 12 years. സോ അവരൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തു. എന്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്? മോട്ടോർ ബസ്സസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. സ്പെസിഫിക് റൂട്ടിലേക്ക് വേണ്ടി മാത്രം 12 വർഷത്തേക്കാണത് ഏർപ്പെട്ടിരിക്കുന്നത്. ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ് ഫോർ 4 years, it was observed that the business incurred losses each year. 4 വർഷം പ്രവർത്തിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി എല്ലാ വർഷവും ലോസ് ആണ്. Despite this, P is determined to continue the business for the remaining period. ഇത് അറിഞ്ഞിട്ട് പോലും P പറയുന്ന ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകണം. Examine with reference to the Indian Partnership Act, can P insist to continue the business? P ഇൻസിസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ നമുക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകാം, എന്തായാലും തുടങ്ങിയതല്ലേ, എനിക്ക് താല്പര്യമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? If so, what options are available to Q&R who are reluctant to continue operating the business? അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, P ഇൻസിസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് താല്പര്യമില്ലാത്ത Q&Rന് ഉള്ളത് നോക്കാം. Section 40 of the Indian Partnership Act gives rise to the partners to dissolve the partnership by agreement with the consent of all the partners or in accordance with the contract between the partners. Dissolution പറ്റി പറയുന്നതാണ്. With the consent of all the partners വേണമെങ്കിൽ ഡിസൊല്യൂഷനിലോട്ട് പോകാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ഇവന്റ് സംഭവിക്കുമ്പോൾ ഡിസൊല്യൂഷനിലോട്ട് പോകാം. Also according to section 44, the court may at the suit of a partner may dissolve a firm on various grounds. So 44 പ്രകാരം കോർട്ട് ഇടപെടുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട്. അങ്ങനെ കോർട്ട് ഇടപെട്ടിട്ട് ഒരു പാർട്ട്ണർ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷനിലോട്ട് പോകാം. So in the given case, P wants to continue the partnership business. P ക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് despite the losses incurred over the last 4 years, and Q and R are reluctant to continue operating the business due to continuous losses. PQR പാർട്ട്ണർഷിപ്പിനകത്ത് P ക്ക് മാത്രമേ താല്പര്യമുള്ളൂ, Q and R are reluctant to continue. അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. അവിടെ P മാത്രമേ ഇൻസിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ here P can insist on continuing the business if the partnership agreement does not specifically provide such a right to one or more partners, since section 10 specifies that with the consent of all the partners or in accordance with the contract between the partners, the firm can dissolve. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എഗ്രിമെന്റിൽ പറഞ്ഞ പ്രകാരം ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസൊല്യൂഷനിലോട്ട് പോകാം, അല്ലെങ്കിൽ വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൊല്യൂഷനിലോട്ട് പോകാം. സോ ഓപ്ഷൻ അവൈലബിൾ ടു Q&R എന്തൊക്കെയാണ്? മ്യൂച്വൽ എഗ്രിമെന്റ് ടു ഡിസോൾവ് ദ പാർട്ട്ണർഷിപ്പ്. അവർക്ക് തമ്മിൽ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാം. Q&R can propose to P that partnership be dissolved by mutual agreement. If P agrees, the partnership can be dissolved mutually. So 3 പേരും ഒരുമിച്ച് തീരുമാനിക്കുകയാണ്. QR P എന്ന് പറയാം, എടാ ലോസ് ആണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിയും അതിന് ഓക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാം, മ്യൂച്വൽ എഗ്രിമെന്റ് പ്രകാരം ചെയ്യാം. അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ, ഒരു രീതിയിൽ P സംഭവിക്കുന്നില്ലെങ്കിൽ, അവർക്ക് ആരുടെ അടുത്ത് പോയി സ്യൂട്ട് ഫയൽ ചെയ്യാം? കോർട്ടിനടുത്ത് പോയി സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറയാം CV want to dissolve it. തൊട്ട് നമ്മൾ ഓപ്ഷൻ പറഞ്ഞായിരുന്നു. If P does not agree to dissolve the partnership mutually, Q&R can approach a court for an order under section 44. 44 പ്രകാരം ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ചെന്നിട്ട് പറയാം, അതായത് Qനോ Rനോ ചെന്നിട്ട് സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പറയാം, ഞങ്ങളുടെ ഫേം ഇത്ര വർഷത്തേക്ക് തുടങ്ങിയതാണ്, പക്ഷെ കണ്ടിന്യൂസ് ലോസസ് ആണ് ഫോർ ദ പാസ്റ്റ് 4 years, സോ വി ഡിസൈഡ് ടു ഡിസോൾവ്. അതിന് P എഗ്രി ചെയ്യുന്നില്ല. അങ്ങനെ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് കോർട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കോർട്ട് ആ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആക്കി കൊടുക്കും. ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ദോസ് കേസസ്. 44 ഡിസൊല്യൂഷൻ അത് ഒത്തിരി കേസസ് ഉണ്ടല്ലോ. Next one, with reference to the provisions of Indian Partnership Act, explain the various effects of insolvency of a partner. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒരു ചാർട്ടിനകത്തൊക്കെ കിടപ്പുണ്ട്, പഠിക്കാൻ എളുപ്പമുള്ളതിന് ഞാൻ പറയുന്നു. ആ ചാർട്ട് നോക്കി പഠിച്ചാൽ മതി. യു ക്യാൻ റൈറ്റ് ഇറ്റ് പോയിന്റ് വൈസ്, ഇറ്റ്സ് വെരി ഈസി. സെയിം സംഭവമാണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇൻസോൾവെന്റ് ആകുമ്പോൾ ഉള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്? കോൺസിക്വൻസസ്. ഇൻസോൾവെന്റ് പാർട്ട്ണറിനെ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇൻസോൾവെന്റ് പാർട്ട്ണർ cannot continue as a partner. He will be ceased to be a partner from the very date on which the order of adjudication is made. എന്നാണോ കോർട്ട് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത് that he is insolvent, അന്ന് തൊട്ട് he ceases to be a partner. അന്ന് തൊട്ട് അയാളെ പാർട്ട്ണർ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല.
ഇൻസോൾവെന്റ് പാർട്ണറിന്റെ എസ്റ്റേറ്റ് ഇനി ഫേമിന്റെ ലയബിലിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. The estate of the insolvent partner is not liable for the acts of the firm done after the date of order of adjudication. So ഇനിയും ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോൾ അയാളുടെ പാർട്ണർ അല്ല. എന്നാണത് നോക്കുന്നത്, എന്നാണോ അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്, അന്ന് തൊട്ട് അയാളുടെ പാർട്ണർഷിപ്പ് തീർന്നു. അയാളുടെ എസ്റ്റേറ്റിനെ ലയബിൾ ആക്കാൻ വേണ്ടി പറ്റുമോ? അയാളുടെ എസ്റ്റേറ്റിനെ ലയബിൾ ആക്കാൻ വേണ്ടി പറ്റില്ല ഫോർ ദ ഫേംസ് ലയബിലിറ്റി. അതുപോലെ ഫേം ഇനിയും ആ പറയുന്ന പാർട്ണറിന്റെ ലയബിലിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്തത്, firm is also not liable for any act of the insolvent partner after the date of order of adjudication. So അയാളുടെ എസ്റ്റേറ്റും ലയബിലിറ്റി എടുക്കണ്ട, ഫേമും അയാളുടെ ലയബിലിറ്റിക്ക് മറ്റ് ലയബിൾ ആവേണ്ട ആവശ്യം ഇല്ല. Ordinarily, the insolvency of a partner results in the dissolution of a firm, but the partners are competent to agree among themselves that adjudication of a partner as an insolvent will not give rise to the dissolution of a firm. Simple language പറഞ്ഞാൽ, പൊതുവെ ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആകുമ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി പോകും, അങ്ങനെയാണ് ആക്ട് പറയുന്നത്. പക്ഷെ എഗ്രിമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആകുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആകില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഓർഡിനറിലി, പൊതുവെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, but the partners are competent to agree among themselves that adjudication of a partner as an insolvent will not give rise to dissolution. അപ്പൊ എഗ്രിമെന്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ടു എ കോൺട്രാക്ടിനകത്ത് എഴുതി വെച്ചേക്കുവാണ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ വിൽ നോട്ട് amount to dissolution of a partnership എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയാൽ ഒരിക്കലും അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിലോട്ട് പോകത്തില്ല. സോ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഓർഡിനറിലി ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആകുമ്പോൾ ആ പാർട്ണർഷിപ്പ് ഡിസോൾവ് ആയി പോകും. ഓക്കെ, വെരി ഈസി ക്വസ്റ്റ്യൻ. Partnership, all questions very easy. Even this question is also easy. Nokam, Ram and Shyam are partners in a partnership firm. Styled as adine peri tekkunathu RSN company. Gopal, renowned businessman, is a common friend ആണ്. Ram introduced Gopal to Sundar, a supply to the firm, as his newly joined partner. So Ramum Shyamu ആണ് പാർട്ട്നേഴ്സ്. രാം എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ഗോപാൽ എന്ന് പറയുന്ന ആ ഒരാളെ, അതായത് RSN കമ്പനി എന്നാണ്. ഗോപാൽ ഒരു ബിസിനസ്മാൻ ആണ്, അവരൊരു കോമൺ ഫ്രണ്ട് ആണ്. രാമിന്റെ ശ്യാമിന്റെ കോമൺ ഫ്രണ്ട് ആണ്. ഈ ഗോപാലിനെ സുന്ദർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഗോപാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. രാം എന്ന് പറയുന്ന ഒരു പാർട്ട്ണറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, Gopal, knowing that he is not a partner, preferred to keep quiet on such introduction. And കുറേ തവണ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. അതായത് ശരിക്കും അയാൾ പാർട്ട്ണർ അല്ല, രണ്ട് പാർട്ട്നേഴ്സിന്റെ കോമൺ ഫ്രണ്ട്. ഒരാൾ പാർട്ട്ണർ ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഡിനൈ ചെയ്യാം. ഗോപാലിന് പറയാം, നോ, ഞാൻ രാമൻ ശ്യാമിന്റെ വെറും ഒരു കോമൺ ഫ്രണ്ട് ആണ്, അത് പറയുന്നില്ല. അത് പറയാതെ ഹി കെപ്റ്റ് ക്വൈറ്റ്. ഓക്കെ, ആ സാഹചര്യത്തിൽ ഗോപാൽ, knowing that he is not a partner, preferred to keep quiet. This information about Gopal being a partner of the firm was shared by Sundar with another businessman, Madhav. Third party, ഇത് വേറൊരാളോട് പറയുന്നു, മാധവ്. സോ പാർട്ട്നേഴ്സ് പറഞ്ഞ രാമൻ ശ്യാം ആണ്. ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഗോപാൽ. ഈ ഗോപാൽ നമ്മുടെ രാമൻ ശ്യാമിന്റെ പാർട്ട്ണർ ആണെന്ന് ആരോട് പറയാണ്? സുന്ദർ എന്ന് പറയുന്ന ഒരാളോട് പറയാം. സുന്ദർ ഇത് ആരോട് പറയുന്നു? മാധവ് എന്ന് പറയുന്ന വേറൊരാളോട് പറയുന്നു. ഓക്കെ, next day Sundar supplied raw material on credit and Madhav lent 5 lakh to the firm for a short period on the understanding that Gopal is a partner of the firm. Gopal പാർട്ണർ ആണെന്ന് ഓർത്ത് മാത്രമാണ് പൈസ 5 lakh കൊടുക്കുന്നത്. അതുപോലെ ക്രെഡിറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, പറയുന്നുണ്ട് ഗോപാൽ ഇസ് എ നോൺ ബിസിനസ്മാൻ, ഭയങ്കര നല്ല പേരുവെട്ട ബിസിനസ്മാൻ ആവും. സോ ഇയാൾ പാർട്ണർ ആകുമ്പോൾ എന്തായാലും പൈസ തിരിച്ചു കിട്ടുമല്ലോ, ആ ഒരു കണ്ടക്സിലാണ് കൊടുക്കുന്നത്. On due date, the firm failed to discharge its liability towards both, advised Gopal whether he is liable to Sundar and Madhav for the aforesaid liability of the firm. ഈ കേസിൽ ഗോപാലിന് പറയാൻ പറ്റുമോ, അയ്യോ ഞാൻ പാർട്ണർ അല്ല, ഞാൻ ജസ്റ്റ് ആ സമയത്ത് മിണ്ടാതിരുന്നേ ഉള്ളൂ, ഞാൻ ഡിനൈ ചെയ്യാതിരുന്നേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ കേസിൽ അയാളെ വിളിക്കുന്ന പേരെന്താ? പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. ദിസ് ക്വസ്റ്റ്യൻ വാസ് ഓൾസോ സംതിങ് ഐ സെഡ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ബുക്കിനകത്ത് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ZUMU എന്നൊക്കെ പറഞ്ഞ സിമിലർ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് സെക്ഷൻ 28. Anyone who by words, ഒരാൾ ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ അല്ലെങ്കിൽ ബൈ കണ്ടക്ട് റെപ്രസെന്റ് ചെയ്യുവാണ് അയാളെ തന്നെ, അല്ലെ ഗോപാൽ തന്നെ പറയുവാണ് ഞാൻ പാർട്ണറാണ്, ഞാൻ പാർട്ണറാണ്. ഈ കേസിൽ അങ്ങനെയല്ല, അയാൾ പെർമിറ്റ് ചെയ്തു, knowingly permits himself to be represented to be a partner in a firm, is liable as a partner to anyone who has on the faith of such representation gives credit to the firm. അയാളെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ നോയിങ്ലി പെർമിറ്റ് ചെയ്തു അയാളെ പാർട്ട്ണർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തോളാൻ. അയാൾ ഒന്നും ഡിനൈ ചെയ്യുന്നില്ല. ആ ഫെയ്ത്ത് കാരണം ഒരാൾ ക്രെഡിറ്റ് സപ്ലൈ ചെയ്തെങ്കിൽ the partner does not know about that representation has reached the person so giving credit. അത് വേറൊരാളുടെ ചെവിയിലോട്ട് എത്തി, ഇത് കാരണം ഒരാൾ ക്രെഡിറ്റ് കൊടുക്കും എന്ന് ഗോപാലിന് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ആരെ ലയബിൾ ആക്കാം? ഗോപാലിനെ ലയബിൾ ആക്കാം. കാരണം in the eyes of the law, Gopal is known as
partner by holding out. In the given case, since Gopal allowed himself to be represented as a partner to RSN company and the third party act based on the belief that Gopal is liable to Sundar as he represented himself by his act to be a partner to the RSN company. So definitely Gopal will be held liable to Sundar. Sundarന്റെ അടുത്തല്ലേ ഡയറക്ട്ലി രാംചന്ദ് പറയുന്നത് ഗോപാൽ ഞങ്ങളുടെ പാർട്ണറാണ്, ഗോപാൽ ഞങ്ങളുടെ പാർട്ണറാണെന്ന് പറയുന്നത്. However, Gopal is not liable to Madhav for the liabilities incurred by the firm. Information of Gopal being a partner to the firm was shared by Sundar, who is not falling within the ambit of doctrine by holding out. മാധവന്റെ അടുത്ത് ലൈബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം സുന്ദറിന്റെ അടുത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. മാധവ് ഈ ലൈബിലിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ലൈബിലിറ്റി എടുക്കേണ്ട ആവശ്യം ഇല്ല. ഹെൻസ് ഗോപാൽ ഇസ് ലൈബിൾ ടു സുന്ദർ ആൻഡ് നോട്ട് ടു മാധവ് ഫോർ ദ ലൈബിലിറ്റി ഓഫ് ദ ഫേം. നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത ഒരു എക്സാമ്പിൾ ആയിട്ട് ആ ഒരു വ്യത്യാസമുള്ളത് ഇവിടെ വേറൊരു പാർട്ടിയും കൂടെ വരുന്നുണ്ട്. ആ പാർട്ടിക്ക് ലൈബിലിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ രാമൻ ശ്യാം എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ്, കോമൺ ആയിട്ട് വന്ന ഫ്രണ്ട് ഗോപാല് പാർട്ട്ണർ ആണെന്നുള്ള റെപ്രസെന്റേഷൻ ഒരു പബ്ലിക് ഫോറത്തിലൊന്നും അല്ല കൊടുത്തത്, സുന്ദർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ് കൊടുത്തത്. ആ കേസിൽ ആ സുന്ദർ ഇത് വിശ്വസിച്ചിട്ട് ഒരു ക്രെഡിറ്റ് കൊടുത്തു. സുന്ദർ ആരോട് പറയുന്നു? മാധവനോട് പറയുന്നു. ആ ലൈബിലിറ്റി എന്തിനാണ് ഗോപാൽ എടുക്കേണ്ടത്? ഗോപാലിന് അറിയില്ലല്ലോ വേറെ ആളടുത്ത് ഒരു പബ്ലിക് സ്പേസിലായിരുന്നെങ്കിൽ ആര് വന്ന് ചോദിച്ചാലും ഓക്കെ ക്ലെയിം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ആരുടെ മാത്രമാണ് പറയുന്നത്? സുന്ദറിന്റെ അടുത്ത് മാത്രമാണ്. സുന്ദറാണ് ഇത് മാധവന്റെ അടുത്ത് പറയുന്നത്. സോ സുന്ദറിന്റെ ലൈബിലിറ്റി ഓൺ ദ അക്കൗണ്ട് ഓഫ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എടുക്കേണ്ടി വരും, പക്ഷെ മാധവന്റെ ലൈബിലിറ്റി എടുക്കേണ്ടി വരില്ല. ഗുഡ് ക്വസ്റ്റ്യൻ. ദ ഓൺലി ഡിഫറൻസസ് ഈ എക്സ്ട്രാ മാധവ് എന്ന് പറയുന്ന ഒരു കേസ് which we have not sorted out in class because this type ഈ ഒരു എക്സ്ട്രാ പേഴ്സൺ വരുന്നത് we have not seen. So അത് ഇത് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. rather than practicing that MU ZU from your study material, this question can be practiced for partner by holding out. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം, which is LLP. So partnership is also done. We have completed with the 4 acts. LLP പാർട്ട്ണർഷിപ്പും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും പാർട്ട്ണർഷിപ്പ് ഇത്തവണ ഈസി ആയിട്ടത്. LLP is a new form of legal business entity with limited liability. It's an alternative corporate business vehicle that not only gives the benefits of the limited liability at low compliance costs, but also allows the partners the flexibility of organizing their internal structure. LLP ഒരു പുതിയ ഫോം ഓഫ് ബിസിനസ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഫ്ലെക്സിബിലിറ്റിയും കിട്ടും, കമ്പനിയുടെ ലോ കംപ്ലൈൻസ് കോസ്റ്റും ലിമിറ്റഡ് ലൈബിലിറ്റിയും കിട്ടും. ഈ പറയുന്ന ഫാക്ട്സ് പ്രകാരം ഡിഫൈൻ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ട് ചില സമയത്ത് നിങ്ങളോട് പറയും റൈറ്റ് 5 ക്യാരക്ടറിസ്റ്റിക്സ്, റൈറ്റ് 4 ക്യാരക്ടറിസ്റ്റിക്സ്, റൈറ്റ് 7 ക്യാരക്ടറിസ്റ്റിക്സ്, ഇഷ്ടമുള്ളത് എഴുതിക്കോളാൻ പറയും. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നിങ്ങളോട് അവർ പറയും ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞാനത് എടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലത്തെ ക്വസ്റ്റൻ ഇപ്പൊ ഇത്തവണ RTP വന്നേക്കുന്നത് കണ്ടോ? ബോഡി കോർപ്പറേറ്റ്, മ്യൂച്വൽ ഏജൻസി, ഫോറിൻ LLP, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ബോഡി കോർപ്പറേറ്റ് നിങ്ങൾക്ക് ഡെഫിനേഷൻ എഴുതിയാൽ മതി. ഫോറിൻ LLP നിങ്ങൾ ഡെഫിനേഷൻ എഴുതി വെച്ചാൽ മതി. 2 clause 1 clause D provides that എന്താണ് LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണോ? അതെ. LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണോ? അതെ. A company incorporated under 2 clause 20 of the Companies Act 2013, a company incorporated outside India, LLP incorporated under this act, LLP incorporated outside India, എല്ലാം ബോഡി കോർപ്പറേറ്റ് ആണ്. എക്സെപ്റ്റ് കോർപ്പറേഷൻ സോൾ അല്ല, കോർപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, സെൻട്രൽ ഗവൺമെന്റ് ഏതിനെങ്കിലും ബോഡി കോർപ്പറേറ്റ് വിളിക്കുന്നുണ്ടെങ്കിൽ LLP ആക്ട് പ്രകാരം അതൊരു ബോഡി കോർപ്പറേറ്റ് അല്ല. യു കെൻ ജസ്റ്റ് റൈറ്റ് ദാറ്റ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഒരു ബോഡി കോർപ്പറേറ്റ് LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആയതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കിട്ടും വിച്ച് ഇസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ജസ്റ്റ് അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. 2 clause 1 clause D ഇതാണ് ഡെഫിനേഷനിൽ പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ പറയുന്ന ഇത് മൊത്തം എഴുതുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ മ്യൂച്വൽ ഏജൻസി ആണ്. നമ്മൾ പാർട്ട്ണർഷിപ്പിനകത്ത് പഠിച്ചൊരു സംഭവമാണ്. ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറിന്റെ ഏജന്റ് ആണ്. സോ ഒരു പാർട്ട്ണർ ഒരു കാര്യം ചെയ്താൽ മറ്റേ പാർട്ട്ണർ ചെയ്തതിന് തുല്യമാണ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ്. പക്ഷെ കമ്പനിക്ക് അത് അങ്ങനെ ഇല്ലല്ലോ. ഒരു ഷെയർ ഹോൾഡർ ഒരു കാര്യം ചെയ്താൽ മറ്റേ ഷെയർ ഹോൾഡർ ചെയ്തതിന് തുല്യമാണ്. മ്യൂച്വൽ ഏജൻസി ഉണ്ടോ? ഇല്ല. സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ. ഒരു പാർട്ട്ണർ ഒരു കാര്യം ചെയ്താൽ മറ്റേ പാർട്ട്ണർ ചെയ്യുന്നതിന് തുല്യമല്ല. വൺ പാർട്ട്ണർ ഇസ് ഓൺലി ദ ഏജന്റ് ഓഫ് ദി LLP. LLPയുടെ ആക്സിന് മാത്രമേ ലൈബിലിറ്റി എടുക്കുള്ളൂ. വേറൊരു പാർട്ട്ണറിന്റെ ആക്സിന് ഒരിക്കലും LLPക്കകത്ത് പാർട്ട്നേഴ്സ് ലൈബിലിറ്റി എടുക്കില്ല. മ്യൂച്വൽ ഏജൻസി ഇല്ല ഇൻ LLP. No partner is liable on account of the independent or unauthorized action of other partners. Independent actions liable ആവൂല, unauthorized actions of course liable ആവൂല. All partners will be the agents of the LLP alone and no one partner can bind the other partner by his acts. ഒരു പാർട്ട്ണറിന്റെ ആക്ട് കാരണം വേറൊരു പാർട്ട്ണറെ ലൈബിൾ ആക്കാൻ പറ്റില്ല. You are only the agent of the LLP and not the agent of the other partners. So independent actionsന് ലൈബിൾ ആക്കാൻ പറ്റില്ല, unauthorized actionsനും ലൈബിൾ ആക്കാൻ പറ്റില്ല. സിമ്പിൾ ലാംഗ്വേജിൽ കൺക്ലൂഡ് ചെയ്യാം, there is no mutual agency in LLP. Foreign LLP എന്താ? LLP which is incorporated registered outside India has a place of business in India. Definition തന്നെ കൊടുത്താൽ 2 clause 1 clause.
അടുത്തത് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. കമ്പനിയുടെ അതേ ഫീച്ചറാണ്. യെസ്, LLP ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ തന്നെയാണ്. ക്രിയേറ്റഡ് ബൈ ലോ ആണ്. എവ്രിതിങ് natural person can do except it cannot take oath, cannot marry, cannot divorce, cannot practice learned professions. അതൊഴികെ ബാക്കി ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും LLPക്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റഡ് ബൈ ദ ലീഗൽ പ്രോസസ്. ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ പറ്റും. നാച്ചുറൽ പേഴ്സൺ, ദേ കനോട്ട് ബി സെൻഡ് ടു ജയിൽ, മാരി ചെയ്യാൻ പറ്റില്ല, ഓത്ത് എടുക്കാൻ പറ്റില്ല, ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, ലേൺ പ്രൊഫഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്. കോമൺ ആയിട്ട് 1-2 പോയിന്റ്സ് മാത്രം കൊടുത്താൽ മതി. ഐ തിങ്ക് ഓൾ ഫീച്ചേഴ്സ് വെർ വെരി ഈസി. ബോഡി കോപ്പറേറ്റീവ്, മ്യൂച്വൽ ഏജൻസി, എല്ലാ ഫീച്ചേഴ്സും എളുപ്പം കേട്ടോ. ഇതല്ലാതെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫീച്ചേഴ്സ് എടുത്തു ചോദിക്കാം. സോ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് പണ്ടോട്ടേ ഉണ്ട്. പണ്ട് ദേ യൂസ് ടു ആസ്ക്, ഇപ്പൊ പണ്ട് കുറെ കൂടി ഈസി ആയിരുന്നു. LLP ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് റൈറ്റ് എനി 6 ഫീച്ചേഴ്സ് 7 ഫീച്ചേഴ്സ് അങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവർ കണ്ടോ, അവർ തന്നെ എടുത്ത് ചോദിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. സെയിം പാറ്റേൺ ഐ ഹാഡ് ഡിസ്കസ് ഇൻ ദ ക്ലാസ്. Going to the next act, Companies Act. Okay, starting. BC Private Limited and its subsidiary KL Private Limited are holding 90,000 and 70,000 respectively in PQ Limited. നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. PQ Private Limited, BC Private Limited ആണ്, സബ്സിഡിയറി KL Private Limited ആണ്. ഇതൊക്കെ ശരിക്കും ഓർത്തോണേ, കാരണം ടൈപ്പ് ഓഫ് കമ്പനി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. BC Private Limited ആണ്, KL Private Limited ആണ്. BC Private Limited and its subsidiary ആണ് കേട്ടോ. So let us highlight all that. Subsidiary ആണ് KL Private Limited. എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്? 90,000ഉം 70,000 ഷെയർസ് PQ ലിമിറ്റഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു ഹോൾഡിംഗ് സബ്സിഡിയറി ബന്ധം നോക്കണം നമ്മൾ. ദ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് PQ ലിമിറ്റഡ് ഇസ് 30 lakh. PQ ലിമിറ്റഡിന് 30 lakhs ആണ്. അതായത് 3 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അത്രയാണ്. Analyze with reference to the provisions of Companies Act 2013 whether PQ Private Limited is a subsidiary of BC Limited. എടാ ഒന്നെങ്കിൽ കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടക്കണം, അല്ലെങ്കിൽ മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ വരണം. ഞാൻ എടുത്തെടുത്ത ക്ലാസ്സിൽ പറയുന്ന, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഹോൾഡിംഗ് സബ്സിഡറി ബന്ധം എന്ന് പറയുമ്പോൾ മോർ ദൻ ഹാഫ് ആണ്. 50% എബവ് വരണം. പ്ലീസ് ടേക്ക് ഇറ്റ് യുവർ ഹെഡ്. 51 വരണ്ട. മോർ ദൻ 50 എന്ന് പറഞ്ഞാൽ 50.3, 50.5, 50.7 എല്ലാം മോർ ദൻ 50 ആണ്. സ്റ്റുഡൻസ് തിങ്ക് 51 വരണം. എടാ 51 വരേണ്ടത് ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 51% ആണ്. കുട്ടികൾ അവിടെ 50% എടുക്കും. ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് 51% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ DVR ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ വോട്ടിംഗ് പവർ കൂടി ചെയ്യണം. 51 ഫോർ ഗവൺമെന്റ് കമ്പനി. വെൻ ഇറ്റ് കംസ് ടു സബ്സിഡിയറി കമ്പനി അവിടെ മോർ ദൻ 50% വന്നെച്ചാൽ മതി. സോ ലെറ്റ് us see. സോ 30 lakh, അവിടെ 3 lakh ഇക്വിറ്റി ഷെയർസ് ആ പറയുന്നത്. 3 lakh എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് 1.5 lakhന്റെ എബവ് വരണം. ഓക്കെ, സോ BC Private Limitedന്റെ ഹോൾഡിംഗ് ആൻഡ് ടുഗെദർ വിത്ത് സബ്സിഡിയറി അല്ലേ നമ്മൾ നോക്കുക. സോ 90 + 70 ആണ് നമ്മൾ നോക്കേണ്ടത്, വിച്ച് ഇസ് 1,60,000. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ചെറിയ ഹിൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കിയാൽ മതി. 3 lakh ഇക്വിറ്റി ഷെയർസ് അല്ലേ PQന്റെ. 3 lakhന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ആണ്. സോ 1,50,000 മുകളിൽ വന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡി എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ BC Private Limitedും KL Private രണ്ടുപേരും കൂടെ 90,000ഉം 70,000ഉം കൂടിയാണ് ഹോൾഡ് ചെയ്യുന്നത്. 90 + 70 is 1,60,000. സോ ലെറ്റ് us see. ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? സബ്സിഡറി കമ്പനി ഡെഫിനേഷൻ എഴുതണം. 2 Clause 87 പ്രകാരം സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾസ് മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ ആണ്. അതുപോലെ മറ്റേ ഡീം ടു ബി സബ്സിഡറി ഒക്കെ നിങ്ങൾക്ക് എഴുതാം. 2 ലെയറിൽ കൂടാൻ പാടില്ല. അതൊക്കെ എക്സ്പ്ലനേഷനകത്ത് വരും, വേണമെങ്കിൽ എഴുതിയാൽ മതി. 2 Clause 87 ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഹോൾഡിംഗ് കൂടെ എഴുതാമെങ്കിൽ നല്ലതാണ്. ഇൻ ദ ഗിവൺ കേസ് BC Private Limitedും അതിന്റെ സബ്സിഡിയറി രണ്ടുപേരും കൂടെ 1,60,000 ആണ് ഹോൾഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് മോർ ദൻ 1/2. ഞാൻ പറഞ്ഞു 3 lakh ആയിരുന്നു മറ്റവർക്ക് ഉണ്ടായിരുന്നത്. 3 lakhന്റെ പകുതി എത്രയാണ്? 1.5 lakhs. 1.5 lakhsന്റെ മുകളിൽ വന്നേച്ചാൽ മതി. ഓക്കെ, ഹെൻസ് PQ Private Limited is a subsidiary company of BC Private Limited. സോ അതുകൊണ്ട് അതിനെ നമുക്ക് സബ്സിഡറി എന്ന് തന്നെ വിളിക്കാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി യുവർ ആൻസർ? സോ ഈ പറയുന്ന പാർട്ട് കഴിഞ്ഞു. വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് KL Private Limited, അതായത് ഈ കമ്പനി is holding 1,60,000 shares in PQ Private Limited. ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് നോ ഷെയർസ് ആർ ഹെൽഡ് ബൈ BC Private Limited. BC Private Limited ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല, KL Private Limited മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ മാറുമോ എന്നാണ് ചോദ്യം. മാറുമോ? പറ. ഇല്ല, അവിടെയും ഹോൾഡിംഗ് സബ്സിഡി ബന്ധം വരുന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇൻ ദ സെക്കൻഡ് കേസ് ആൻസർ വിൽ റിമെയിൻ ദ സെയിം.
KL Private Limited is a holding of 1,60,000 shares, more than one half. അവിടെ മറ്റേ ആൾ പോയി കഴിയുമ്പോൾ KL മാത്രം മറ്റേത് holding together with its one or more subsidiaries. ആ പറയുന്ന പോയിന്റ് ആണ് വരിക. സെക്കൻഡ് പോയിന്റിൽ more than one half of the total voting power either on its own or together with one or more subsidiaries. അവിടെ 1,60,000 വന്നു, which is more than 1,50,000. ഫസ്റ്റ് ഭാഗം. സെക്കൻഡ് ഭാഗത്തിനകത്ത് ഒരു കമ്പനി മാത്രം ഹോൾഡ് ചെയ്യുമ്പോഴും more than one half വന്നില്ലേ? 1,50,000 മുകളിലല്ലേ 1,60,000 സെക്കൻഡ് കേസിലും? അവിടെ ആൻസർ remains the same അല്ലേ? Hence, by virtue of chain relationship, BC Private Limited becomes the holding company of PQ Private Limited, deemed to be subsidiary. I hope that's easy. ഇതൊക്കെ ഈസിയാണ്. നമ്മൾ ഹോൾഡിംഗ് സബ്സിഡറി, സ്മോൾ കമ്പനി ഒക്കെ ബേസ് ചെയ്യുന്ന ഒരു മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഹോൾഡിംഗ് സബ്സിഡറി, ഡീം ടു ബി എ ഗവൺമെന്റ് കമ്പനി ആൻഡ് സ്മോൾ കമ്പനി. ആ ക്വസ്റ്റൻസ് ഒരെണ്ണം ചെയ്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിന്റെ കമ്പ്യൂട്ടേഷനോടെ കാണിച്ചോണം വർക്കിംഗ് നോട്ട്. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് എ ഹോൾഡിംഗ് സബ്സിഡറി റിലേഷൻഷിപ്പ്? ഓക്കെ, സോ ലെറ്റ് us go for the next question, which is a government company. അടുത്ത രണ്ട് ക്വസ്റ്റനും ഗവൺമെന്റ് കമ്പനി ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ തന്നെയാണ്. ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻ കേട്ടോ. ഒരെണ്ണം ജൂൺ 2024 ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ. അപ്പൊ അത് നല്ലൊരു ക്വസ്റ്റൻ. ചിലപ്പോൾ അതേ ക്വസ്റ്റൻ ഇപ്പൊ കുറച്ച് അറ്റംപ്റ്റ് ആയില്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇതല്ല, ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ. സോ ഫസ്റ്റ്, നരേന്ദ്ര മോട്ടോഴ്സ് ലിമിറ്റഡ് ഇസ് എ ഗവൺമെന്റ് കമ്പനി. സോ നരേന്ദ്ര മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് കമ്പനിയാണ്. ഷാ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് ഹാവിംഗ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിന്റെ ഷെയർ ക്യാപിറ്റൽ 10 CR ആണ്. 10 lakh ഷെയർസ് ഓഫ് 100 each ആണുള്ളത്. നരേന്ദ്ര മോട്ടോഴ്സ് ലിമിറ്റഡ് ഇസ് ഹോൾഡിംഗ് 5,05,000 ഷെയർസ് ഇൻ ഷാ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഓർമ്മയുണ്ടോ? സബ്സിഡിയറി കമ്പനി ബന്ധം വരാൻ മോർ ദൻ 50% നോക്കണ്ടേ. ഇവിടെ നിങ്ങൾ 51 ഓർക്കുവാണെങ്കിൽ ആൻസർ കിട്ടത്തില്ല. സോ ഇവിടെ നരേന്ദ്ര മോട്ടോഴ്സ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് കമ്പനി ഇസ് ഹോൾഡിംഗ് 5,05,000 ഷെയർസ് ഓഫ് ദിസ് ഷാ ഓട്ടോ. ഷായുടെ ഷെയർസ് എത്രയാണ്? 10 lakh ഷെയർസ് ആണ്. 10 lakhന്റെ പകുതി എത്രയാണ്? 5 lakh ആണ്. 5 lakhന് മുകളിൽ വന്നിട്ടുണ്ട് 5,05,000 ഷെയർസ് ഹോൾഡിംഗ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് കമ്പനി. സോ ഇവിടെ ഹോൾഡിംഗ് സബ്സിഡി ബന്ധം വന്നിട്ടുണ്ടല്ലോ. സോ ഹോൾഡിംഗ് സബ്സിഡിയറി ബന്ധം വരുന്ന ആ ബന്ധം വരുന്നു എന്ന് പറയാനായിട്ട് യു ഹാവ് ടു റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് 2 clause 87. നൗ ഗവൺമെന്റ് കമ്പനിക്ക് അകത്തൊരു പോയിന്റ് ഓർമ്മയുണ്ടോ? ഡെഫിനിഷനകത്ത് 2 clause 45 സബ്സിഡിയറി കമ്പനി ഓഫ് എ ഗവൺമെന്റ് കമ്പനി ഷെൽ ബി ഡീം ടു ബി എ ഗവൺമെന്റ് കമ്പനി. സോ 2 clause 45 ഇവിടെ കൂട്ട് ചെയ്യണം, 2 clause 87 ഇവിടെ കൂട്ട് ചെയ്യണം. സോ ഇവിടെ യെസ്, ഇവര് സബ്സിഡിയറി ആണ്. ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് എ ഗവൺമെന്റ് കമ്പനി. അപ്പോൾ 2 clause 87 ആപ്ലിക്കബിൾ ആയി. പിന്നെ സബ്സിഡിയറി കമ്പനി ഓഫ് എ ഗവൺമെന്റ് കമ്പനി ഷെൽ ബി ഡീം ടു ബി എ ഗവൺമെന്റ് കമ്പനി ആസ് പെർ 2 clause 45. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഷാ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ you have to write the definition of 2 clause 45, 51% central government, state government, partly by central, partly by one or more state hold ചെയ്തിരിക്കണം. 2 clause 87 പ്രകാരം more than one half of the voting power or composition of board of directors hold ചെയ്യുവാണെന്നുണ്ടെങ്കിൽ composition of board of directors അല്ലെങ്കിൽ more than one half of the total voting power either on its own or together with one or more subsidiary ആണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിനെ holding and subsidiary എന്ന് പറയും. So 2 clause 87 പ്രകാരം ഇവർ തമ്മിൽ ഒരു സബ്സിഡിയറി ബന്ധമുണ്ട്. കാരണം more than half വന്നു. 5 lakh ആണ് ഹാഫ്, 5 lakhന് മുകളിൽ വന്നു. വർക്കിംഗ് നോട്ട് കാണിക്കണം. 2 clause 45 പ്രകാരം ഞാൻ പറഞ്ഞ പോലെ ഡീം ടു ബി സബ്സിഡിയറിയും വന്നു. അതുകൊണ്ട് ഷാ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡിനെ നമുക്ക് നരേന്ദ്ര മോട്ടോഴ്സ് ലിമിറ്റഡിന്റെ സബ്സിഡിയറി ആയിട്ട് വിളിക്കാം. ഡീം ടു ബി ഗവൺമെന്റ് കമ്പനി ആയിട്ട് നമുക്ക് വിളിക്കാം. ഡീം ടു ബി എ ഗവൺമെന്റ് കമ്പനി ആണോ എന്നാണ് ചോദ്യം. ഗവൺമെന്റ് കമ്പനി ആണോ എന്നാണ് ചോദ്യം. യെസ്, ഡീം ടു ബി എ ഗവൺമെന്റ് കമ്പനി ബിക്കോസ് ഇറ്റ് ഇസ് എ സബ്സിഡിയറി ഓഫ് എ ഗവൺമെന്റ് കമ്പനി. അടുത്ത ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞത് ജൂൺ 2024 ചോദിച്ച ക്വസ്റ്റൻ എന്ന് പറയുന്നത്. എന്റെ ഓർമ്മയിൽ ജൂൺ 2024 തന്നെയാണ്. വെരി സെയിം ക്വസ്റ്റൻ. XYZ is a company incorporated under the Companies Act 2013. The paid up share capital of the company is held as on 31/3/2024. Government of India itra, Life Insurance Corporation, Government of Tamil Nadu, Government of Rajasthan, ABC Limited owned by the government company. Government company hold ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്നത്. അതായത് ABC Limited is a subsidiary deemed to be government company ആയതാണ്. deemed to be government. As per the above shareholding, state whether XYZ Limited be called as a government company. ഈ പറയുന്ന XYZ-നെ നിങ്ങൾക്ക് ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റും. ടെക്നിക്കലി ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് ഗവൺമെന്റ് കമ്പനിയുടെ ആ ഹോൾഡിംഗിനകത്ത് കൂട്ടാൻ വേണ്ടി പറ്റും. 51% കമ്പ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റും. നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, യെസ് വി ക്യാൻ ടേക്ക്. ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു എടുക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ എടുക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ABC ലിമിറ്റഡ് ഓൺഡ് ബൈ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ ബേസിക്കലി വി കനോട്ട് കൺസിഡർ ഹിയർ. അതായത് 51% കമ്പ്യൂട്ട് ചെയ്യുന്നതിനകത്ത് ഇത് എടുക്കാൻ പാടില്ല. ഡോണ്ട് ടേക്ക് ദിസ്. ഐ എം pretty sure you will take this.
ഇതായിരിക്കും നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റിക്കാൻ പോകുന്നത്. ഇത് എടുക്കരുത്. അതായത് ഓൺഡ് ബൈ എ ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ABC ലിമിറ്റഡിനെ 51% കമ്പ്യൂട്ടേഷനിൽ എടുക്കരുത്, LICനെയും എടുക്കരുത്. സോ ഈ രണ്ടെണ്ണം നിങ്ങൾ എടുക്കാൻ പാടില്ല. ദാറ്റ് ഇസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് ABC ലിമിറ്റഡ് എടുക്കാൻ പാടില്ല. സോ 20%, 10%, 10%. ദിസ് ഇസ് വാട്ട് യു ക്യാൻ ടേക്ക്. 20, 10, 10. സോ 40% വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് 51% വന്നാൽ മാത്രമല്ലേ നമുക്ക് ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സോ ഇതൊരു ഗവൺമെന്റ് കമ്പനിയല്ല. അങ്ങനെ തന്നെയല്ലേ നമുക്ക് നോക്കാം. 2 Clause 45 പ്രകാരമുള്ള ഡെഫിനേഷൻ കൊടുക്കുക. ഇപ്പൊ നമ്മൾ കുറേ തവണ അത് ഡിസ്കസ് ചെയ്തു. 51% central government, state government, partly by central state government, includes a company which is a subsidiary of a government company എന്നൊക്കെ പറയുന്നു. In the instant case, total government shareholding, government shareholding എന്ന് പറയുന്നത് 40%, 20% government of India, 10% government of Tamil Nadu, 10% of government of Rajasthan. ഇതിനകത്ത് 15% ആ ABC ലിമിറ്റഡ് എടുക്കില്ല. അതുപോലെ 8% ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ആ 23%-നകത്ത് കൂട്ടാൻ വേണ്ടി പാടില്ല. സിൻസ് എ ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ 40% ഉള്ളൂ. ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ ആൻഡ് തമിഴ്നാട് 20, 10 and 10 അത് കൂട്ടുമ്പോൾ 40% വരുന്നുള്ളൂ. 51% വരുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഗവൺമെന്റ് കമ്പനി അല്ല. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കേം. Again, a good question. So, Companies Act is also done. Again, very easy. Subsidiary company, government company, അതൊക്കെ തന്നെയല്ലേ questions ചോദിച്ചത്. Coming to the Negotiable Instruments Act, these two areas again were discussed in the class as very important. Negotiable Instrument Act, dishonor of a check ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന question. Mr. Y issued a check for 10,000 to Mr. Z, was dishonored by the bank because of Y did not have enough funds in his account and has no authority to overdraw. Overdraw ചെയ്യാനായിട്ടുള്ള റൈറ്റും ഇല്ല, അയാളുടെ അക്കൗണ്ടിൽ അത്ര പൈസ ഉണ്ടായിരുന്നില്ല. Examine as per the provisions of Negotiable Instruments Act 1881 whether Mr. Y is liable for dishonor of a check. Dishonor of check ന് liability എടുക്കേണ്ട ആവശ്യമുണ്ടോ? If yes, what are the consequences of such an offense? ഇതിന്റെ ഒഫൻസ് പെനാൽറ്റിയും പഠിക്കണമെന്ന് ഞാൻ കുറെ തവണ പറഞ്ഞതാ. ക്രിമിനൽ ഒഫൻസ് ആണ്. What would be your answer if Y issued a check as a donation to Mr. Z? Donation പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പെനാൽറ്റി അട്രാക്റ്റഡ് ആകൂ. Dishonor of a check for insufficiency. നോക്കാം. Where any check drawn by a person on account maintained by him with a banker. അതായത് ഒരു ചെക്ക് ഡ്രോ ചെയ്യുവാണ്, എന്റെ അക്കൗണ്ട് ബാങ്കിലുണ്ട്, സോ ഐ എം ഡ്രോയിങ് എ ചെക്ക് for the payment of any amount of money. ഞാൻ കൊടുക്കാനുള്ള ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് to another person from that account. വേറെ ആൾക്ക് കൊടുക്കാനായിട്ടാണ്. For the discharging whole or in part of any debt. ഹോൾ ആയിട്ടോ പാർട്ട് ആയിട്ടോ ഒരു ഡെറ്റ് കൊടുത്തു തീർക്കാനാകാം, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി കൊടുത്തു തീർക്കാനാകാം. അവിടെയാണ് the crux of this particular answer. എനിക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ ഐ ഹാവ് എ അക്കൗണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെക്ക് ഡ്രോ ചെയ്യുന്നു ഒരാളുടെ ഡെറ്റ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട്. അത് ഹോൾ ആയിട്ടാകാം, പാർട്ടായിട്ടാകാം, അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാനാകാം. A check given as a gift or a donation or as a security or in discharge of a mere moral obligation or for an illegal consideration would be outside the purview of this section. നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ടോ ഡൊണേഷൻ ആയിട്ടോ അല്ലാതെ കൊടുക്കുന്ന, അതായത് ഒരു ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാനല്ല, ഒരു ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാനായിട്ടല്ല നിങ്ങൾ ഈ മറ്റേ ചെക്ക് ഡ്രോ ചെയ്യുന്നത്. ഗിഫ്റ്റ് ആയിട്ടോ ഡൊണേഷനോ ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെക്ക് ഡ്രോ ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഡിസോണേർഡ് ആയി പോവുകയാണെങ്കിൽ സെക്ഷൻ 138 അല്ല നിങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. നോക്കാം. ഇസ് ഔട്ട്സൈഡ് ദ പേർവ്യൂ ഓഫ് ദ സെക്ഷൻ. കണ്ടോ, is returned by the bank unpaid. സോ ഞാനൊരു ചെക്ക് ഡ്രോ ചെയ്തു ഒരു ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ, ഒരു ഡെറ്റ് കൊടുത്തു തീർക്കാൻ. അത് ഹോൾ ആയിട്ടോ പാർട്ടായിട്ടോ ആകാം. ഐദർ ബിക്കോസ് അത് ബാങ്ക് അൺപെയ്ഡ് ആണെന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു വരുവാണ്. Either because of the amount of money standing to the credit of that account is insufficient to honor that particular check. അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ചെക്കിനകത്ത് എഴുതി വെച്ചേക്കുന്ന എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ അത്രയും പൈസ ഇല്ല, ക്രെഡിറ്റ് ആയിട്ടില്ല. Or that it exceeds the amount arranged to be paid from that account by an agreement made with that bank. ഞാൻ ബാങ്കുമായിട്ട് ഓൾറെഡി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയിൽ കൂടുതൽ ചെക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ചെക്ക് ക്ലിയർ ചെയ്യേണ്ട. ഓൾറെഡി an agreement was made with the bank. Such a person shall be deemed to have committed an offense and shall be punished with an imprisonment for a term which may extend up to 2 years. or fine twice the amount of the check. So ഞാൻ അങ്ങനെ ഒരു ചെക്ക് കൊടുക്കുന്നു, ആ ചെക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ബാങ്ക് അൺപെയ്ഡ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ബാങ്കുമായിട്ടൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇത്ര പൈസ എക്സീഡ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കാരണം ചെക്ക് മടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറയാം. ഐ ഹാവ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ
എന്റെ ലയബിലിറ്റി വരാൻ പോകുന്നത് എത്രയാണോ ഞാൻ ചെക്കിൽ എഴുതി വെച്ചേക്കുന്ന എമൗണ്ട് അതിന്റെ ട്വൈസ് ദ എമൗണ്ട്, അതുപോലെ എനിക്ക് 2 years ഇംപ്രസൺമെന്റ് വന്നേക്കാം ഓർ ബോത്ത് വന്നേക്കാം. ഇൻ ദ ഗിവൺ കേസ് ആദ്യത്തെ 2 കേസായിട്ടല്ലേ പറഞ്ഞത്. ആദ്യമേ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ, രണ്ടാമത്തെ ഡൊണേഷൻ പോലെ. സിൻസ് വൈസ് ചെക്ക് വാസ് ഡിസോണർഡ് ബൈ ദ ബാങ്ക് ഡ്യൂ ടു ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെക്ക് മറ്റേ അൺപെയ്ഡ് ആയിട്ട് പോയത്. അപ്പോൾ പണിഷ്മെന്റ് വന്നേക്കാം, 2 years ഇംപ്രസൺമെന്റ് വന്നേക്കാം, അല്ലെങ്കിൽ ട്വൈസ് എമൗണ്ട് ഓഫ് ചെക്ക് വന്നേക്കാം, അല്ലെങ്കിൽ രണ്ടും വന്നേക്കാം. ഓക്കെ, പിന്നെ രണ്ടും വന്നേക്കാം. ചെക്ക് ഡൊണേഷൻ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ, നമ്മൾ ബ്രാക്കറ്റിൽ ഒരു സാധനം പഠിച്ച ഓർമ്മയുണ്ടായിരുന്നോ, ഒരു ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാനായിട്ടോ ഒരു ലയബിലിറ്റി കൊടുത്തു തീർക്കാനായിട്ടോ ഒക്കെയാണ്. എന്നിട്ട് നമ്മൾ ചെക്ക് കൊടുക്കുന്നു, ചെക്ക് അൺപെയ്ഡ് ആയിട്ട് തിരിച്ചു വരുവാണ് ബിക്കോസ് ഐ ഹാവ് ഇൻസഫിഷ്യന്റ് ഫണ്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ എഗ്രിമെന്റ് കൊടുത്ത പ്രകാരം ബാങ്ക് ആ പറയുന്ന പൈസ എക്സീഡ് ചെയ്തതുകൊണ്ടാവാം അപ്പൊ ബാങ്ക് പൈസ കൊടുക്കാതിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷനകത്ത് കവേർഡ് ആണ്. ഗിഫ്റ്റ് ഡൊണേഷൻ ഒന്നും ഈ പറയുന്ന സെക്ഷന്റെ പെർവ്യൂല് വരില്ല. സോ രണ്ടാമത്തെ കേസ് അവർ അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് വൈ ഇഷ്യൂഡ് എ ചെക്ക് ആസ് എ ഡൊണേഷൻ ടു മിസ്റ്റർ ഇസഡ്. അപ്പൊ അത് പ്രകാരം a check given as a gift or a donation or as a security in discharge of a mere obligation or for an illegal consideration would be outside the purview of the section. Hence why if issued a check as a donation to Z will not be covered under this particular section. 138 പ്രകാരം നിങ്ങൾ കവേർഡ് ആവൂല. ഗിഫ്റ്റ് ഡൊണേഷൻ ഇല്ലീഗൽ കൺസിഡറേഷൻ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവില്ല. ഒരു ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാനായിട്ടോ ഒരു ലയബിലിറ്റി കൊടുത്തു തീർക്കാനോ ഒക്കെ ആണെങ്കിൽ മാത്രമേ അൺപെയ്ഡ് ആയിട്ട് ചെക്ക് മടങ്ങുവാണെങ്കിൽ ഈ പറയുന്ന 138 സെക്ഷനകത്ത് കവേർഡ് ആയിട്ട് വരത്തുള്ളൂ. The last question of നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഇത് ഫോറിൻ ബിൽ, ഇൻലൻഡ് ബിൽ, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഇതുവരെ അങ്ങനത്തെ ഒരു കേസ് ബേസ് ക്വസ്റ്റൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇൻലൻഡ് ബിൽ, ഫോറിൻ ബിൽ അത് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടെ വന്നേക്കുന്നത്. നോക്കാം. റിലയബിൾ ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനിയാണ്, is a global leader in petrochemical products. For the payment of the sale price of the machinery imported from Alex Manufacturing Limited, a USA-based company, the Indian company drew a bill of exchange on Manish. So, an Indian company bill of exchange draw ചെയ്യുന്നു Manish ആണ്. Manish is a resident of Mumbai and who accepted the bill at Mumbai payable to the exporter and Los Angeles. അപ്പം ഇന്ത്യൻ കമ്പനിയാണ്, ഡ്രോ ചെയ്തത് ഒരു ഇന്ത്യൻ റെസിഡന്റ് ആണ്, അയാൾ അത് അക്സെപ്റ്റ് ചെയ്തതും ഇന്ത്യയിൽ തന്നെയാണ്, പേയബിൾ ആകുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. Decide whether the bill of exchange is an inland instrument or a foreign instrument. Assume that the bill of exchange was signed by the authorized person for the drawer company. Authorized person ആണ് ഡ്രോയിങ് കമ്പനിക്ക് വേണ്ടിയിട്ട് മറ്റേ എന്താ സൈൻ ചെയ്തതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. സോ ദിസ് ഇസ് എ കേസ് ഓഫ് ഇൻലൻഡ് ഇൻസ്ട്രുമെന്റ് ഓൺലി. ഇൻലൻഡ് ഇൻസ്ട്രുമെന്റ് ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? ആസ് പെർ സെക്ഷൻ 11 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഒരു പ്രോമിസറി നോട്ടോ, ബിൽ ഓഫ് എക്സ്ചേഞ്ചോ, ചെക്കോ വിച്ച് ഇസ് ഡ്രോൺ ഓർ മെയ്ഡ് ഇൻ ഇന്ത്യ, made payable in or drawn upon any person resident in India shall be deemed to be a inland instrument in the given case. Bill of exchange drawn in India ആയിരുന്നു, accepted in India ആയിരുന്നു, payable outside India ആയാലും ഒരു കുഴപ്പമില്ല. drawn in India, accepted in India, payable outside India ആയാലും ഒരു കുഴപ്പമില്ല. that is an inland instrument only. The bill of exchange in this case is an inland instrument because it was drawn in India, accepted by a PRI that is in Mumbai, even though it was payable outside India. So payable outside India എന്ന് കണ്ട ഉടനെ കയറി ഫോറിൻ ബിൽ എന്ന് എഴുതരുത്. ഇറ്റ് വാസ് ഡ്രോൺ ഇൻ ഇന്ത്യ, accepted in India, it is only payable outside India. പിന്നെ ഇൻസ്ട്രുമെന്റ് നമ്മളൊരു ചാർട്ട് ഒക്കെ വെച്ചാൽ നമ്മുടെ ഐസിയുടെ മെറ്റീരിയൽ കിടക്കുന്നത്, അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ട്രൈ ടു റീഡ് ദോസ് ഇൻലൻഡ് ബിൽ, ഫോറിൻ ബിൽ, ആ ചാർട്ട് പോലെ സംഭവം നിങ്ങൾ ഓർത്തെടുത്താൽ ഇറ്റ്സ് വെരി ഈസി ടു റെക്കോർഡ്. ഇങ്ങനെ മാത്രമാകാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ 4-5 സർക്കംസ്റ്റാൻസ് തന്നിട്ട് ദേ വിൽ ആസ്ക് യു ടു ഐഡന്റിഫൈ ഇത് ഇൻലൻഡ് ബില്ലാണോ ഫോറിൻ ബില്ലാണോ എന്നൊക്കെ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനും ചിലപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും. സോ ദിസ് ഇസ് വിത്ത് ദ RTP സെഷൻ. അതായത് നമ്മുടെ ഹോൾ ആക്ട്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗ ഇഫ് യു സീ all those area or questions, even questions നമ്മൾ വർക്ക് ബുക്ക് ചെയ്തത് ക്ലാസ്സിൽ, this is very important, ആ ഏരിയാസ് തന്നെയാണ് വന്നേക്കുന്നത്. See, at times they can repeat these kind of very important question itself. ചിലപ്പോൾ RTP തന്നെ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്ത് RTP വരാറേ ഇല്ല. ചിലപ്പോൾ RTP പറഞ്ഞ ഏരിയയിൽ നിന്ന് വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗവൺമെന്റ് കമ്പനിയുടെ 2 സാമ്പിൾ വന്നു. ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ ഇടുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്ത പോലെ ഗവൺമെന്റ് കമ്പനി, സ്മോൾ കമ്പനി, ഹോൾഡിംഗ് സബ്സിഡി ഒറ്റ ക്വസ്റ്റൻ ആക്കി ഇടാം. സോ ഗവൺമെന്റ് കമ്പനിയുടെ ഒരു ഹിന്റ് RTP തന്നിട്ടുണ്ട്, കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റൻ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ ഇറ്റ് ഇസ് ലൈക്ക് ഓൾ ദോസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ വാട്ട് വി സോർട്ടഡ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെ ഇട്ടേക്കുന്നത്. പ്രീവിയസ് അറ്റംപ്റ്റ്, പണ്ട് ഇന്റർമീഡിയറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്സ് ആയിരുന്നു ഈ പറഞ്ഞ ഡിസോണർ ഓഫ് ചെക്ക് ഒക്കെ. അതുപോലെ കമ്പനീസ് ആക്ടിനകത്തെ സബ്സിഡിയറി കമ്പനി, ഗവൺമെന്റ് കമ്പനി ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ്. അപ്പൊ അതൊക്കെ എനിക്കൊന്ന് പാർട്ട്ണർഷിപ്പ് മാത്രമാണ് ഞാൻ അങ്ങനെ റിപ്പീറ്റഡ് അല്ലാതെ കണ്ടുള്ളൂ. അതായത് ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടീഡ് ഒക്കെ ഒരു ഏരിയ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഏരിയ അല്ല.
കുറച്ച് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഒക്കെ ബേസിക്കലി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ബേസിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യുന്ന എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ബേസിൽ അവർ ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഐ നോട്ട് സീൻ മച്ച് ഇൻ പാർട്ണർഷിപ്പ്. സോ അതാണ് എനിക്ക് കുറച്ച് അൺഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത്. LLP ആണെങ്കിലും ആ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ആകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ നെയിമില് നമ്മുടെ അൺഡിസൈറബിൾ ഐഡന്റിറ്റിക്കൽ അത് പാർട്ട്ണർഷിപ്പ് ആയിട്ട് റിസംബിൾ ചെയ്താൽ കുഴപ്പമുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ക്ലാസ്സിൽ. അതായത് ഒരിക്കലും ഒരു എക്സിസ്റ്റിംഗ് LLP ആയിട്ടോ എക്സിസ്റ്റിംഗ് കമ്പനി ആയിട്ടോ എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കോ ആയിട്ടോ സിമിലർ ആവരുത്. പക്ഷേ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ആയിട്ട് സിമിലർ ആയാലും പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഏരിയയിൽ ബേസ് ചെയ്ത് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഓൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു ആൻസർ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നു എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റൈറ്റ് യുവർ ഡൗട്ട്സ് ഇൻ ദ കമന്റ് ബോക്സ്. ഞാനത് വന്ന എല്ലാ ദിവസവും ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. അതിനനുസരിച്ചുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസ്. നല്ല ഏർലി തന്നെ നമ്മൾ RTP ഡിസ്കസ് ചെയ്തു തന്നെ സ്റ്റുഡൻസിന് ഇതൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ പഠിക്കാനായിട്ട്. എങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാം, ഓർമ്മ വരുന്നുണ്ടോ. അപ്പൊ RTP പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ വൺ ടൈം ഈ സെഷൻ കേൾക്കും. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ RTPക്കും വേണ്ടി RTP എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം അലോട്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ 1 or 2 ടൈംസോ നിങ്ങൾക്ക് കാണാം. നമ്മൾ കേട്ട് പഠിക്കുന്ന ഒരു ലൈക്ക് ഓർമ്മ സ്റ്റേസ് ഫോർ എ ലിറ്റിൽ മോർ ലോങ്ങർ ടൈം. അപ്പൊ നിങ്ങൾക്ക് ജാനുവരി ആകുമ്പോൾ ഒരു 1 day, ഒരു ജാനുവരി 5th or 6th ഏതെങ്കിലും ഒരു ടൈം 12th എക്സാം സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് മുന്നേ ആയിട്ട് 10th അല്ലെങ്കിൽ 9th ഒക്കെ ആയിട്ട് ആ 10th വേണമെങ്കിൽ വെക്കാം, 9th വേണം വെക്കാം, അല്ലെങ്കിൽ 5th or 6th എപ്പോഴെങ്കിലും വെൻ യു ആർ കംഫർട്ടബിൾ റൈറ്റ് ഇൻ RTP എക്സാം. ഈ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഐ നോ യു നോ ദ ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് ഓർമ്മയുണ്ടോ, നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടോ, നിങ്ങളുടെ പ്രൊവിഷൻ പ്രസന്റേഷൻ ബെറ്റർ ആവുന്നുണ്ടോ. വാട്ട് ഇഫ് ദ സെയിം ക്വസ്റ്റ്യൻസ് ഗെറ്റ് റിപ്പീറ്റഡ് ഓൺലി വിത്ത് ചേഞ്ച് ഓഫ് നെയിം. അപ്പൊ RTPക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം അലോട്ട് ചെയ്യണം എക്സാം എഴുതാൻ. സിമിലർലി MTP റിലീസ് ആകുമ്പോൾ നമുക്കൊരു MTP സെഷനും ഉണ്ട്. MTP നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. സോ MTP സെഷൻസ് ഡിസ്കസ് ചെയ്തിട്ടും നിങ്ങൾ ഒരു ദിവസം എന്തിനു അലോട്ട് ചെയ്യണം? MTP എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യണം. So I hope this session was helpful. So thank you so much. Do very well. All the best for your exams.